കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിൻ്റെ പാഠശാല സ്കൂൾ ഓഫ് ടയർനെസ് എന്ന ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ 87ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിങ്ങളേവരും അറിയുന്നത് പോലെ നമ്മുടെ ഗ്രേസ് മാസ്റ്റർ ക്ലാസ് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് മാതിരി ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അമേരിക്കയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ന് ആ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്രാജുവേഷൻ സെറമണി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന പലരും ആ കോഴ്സിൽ ചേർന്നിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇത് ഓഫ് ചെയ്യും. അതുകൊണ്ട് അധികം സമയം നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ശേഷം, ബൈബിൾ ക്ലാസ്സിന് ശേഷം നിങ്ങളോട് കൂടെ സ്പെൻഡ് ഇരിക്കുവാൻ കഴിയുന്നില്ല എന്ന് മുൻപായിട്ട് ഓർപ്പിക്കുകയാണ്. അവിടെ നടക്കുന്ന സെറിമണി അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസ് അതായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫൈനൽ ഡേ, കോൺവോക്കേഷൻ ഡേ ആണ് ഇന്ന്. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത് അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ്. അതുവരെ ആയിരുന്നു നാം ചിന്തിച്ചത്. ഇന്ന് 25 മുതൽ അതിൻ്റെ അവസാനത്തെ വാക്യം 30-ാമത്തെ വാക്യം വരെ ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ദൈവഹിതമായാൽ ഒരു ചോദ്യത്തിനു കൂടെ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തക പഠനമായിട്ട് നാം തുടങ്ങുകയാണ്. എന്നാൽ അതിനുശേഷം ആ ചോദ്യത്തിനു കൂടെ മറുപടി പറയുവാനായിട്ട് സമയം അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് സ്ട്രെയിറ്റ് ഡൈവ് ഇൻ ടു ദ സബ്ജക്റ്റ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ആയി എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും ഒരു അധ്യായവുമാണ് ഈ അപ്പോസ്തല പ്രവർത്തികളുടെ 11-ാം അധ്യായം. അതുകൊണ്ട് തന്നെ ഇതിനൊരല്പം പ്രാധാന്യം നമ്മളോടുള്ള വിഷയത്തിലുണ്ട്. ഒരല്പം കൂടെ ഇതിൽ നിൽക്കുവാനും ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും അല്പം സമയം കൂടുതൽ ഈ വിഷയത്തിൽ ചിലവാക്കുകയും ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു 5 വാക്യങ്ങളേ ഉള്ളൂ, 25 മുതൽ 30 വരെ. അതിൽ പറയേണ്ടുന്നതും മനസ്സിലാക്കേണ്ടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ച്, കാര്യം നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് വീണ അധ്യായവും ആ വാക്യങ്ങളുമൊക്കെയാണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ പശ്ചാത്തലം, എന്താണ് അവിടെ ആക്ച്വലി നടന്നത് എന്നൊക്കെ അല്പം കൂടെ മനസ്സിലായിട്ട് നമ്മൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് അടുത്ത ആഴ്ച മുതൽ കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതൽ ഞാനൊന്ന് വായിച്ച് ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലം നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിച്ച് നമ്മൾ അതിലേക്ക് വരാനായിട്ട് പോവുകയാണ്. 19-ാമത്തെ വാക്യം മുതൽ, അതായത് 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം അയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു. ഈ ഭാഗമാണ് നാം ചിന്തിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. അവിടേക്ക് വരുമ്പോൾ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായാൽ, അതായത് സ്തേഫാനോസിന്റെ കുലപാതക നിമിത്തം അവിടെ ഒരു വലിയ റയറ്റ് ഉണ്ടാകുവാനായിട്ടിടയായി. സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിടുവാനായിട്ടിടയായി. ജനം ചിതറിപ്പോകുവാനായിട്ടിടയായി. ജനം സ്കാറ്റേഡ് അറൗണ്ട് ഓൾ ദീസ് പ്ലേസസ്. ഇസ്രായേലിന്, യെരുശലേമിന് ചുറ്റുപാടുമുള്ള ഈ ദേശങ്ങളിലേക്കെല്ലാം ജനം ചിതറിപ്പോകുവാനായിട്ട്. ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ, കുറേന ഈ ഭാഗങ്ങളിലെല്ലാം ചിതറിപ്പോകുവാനായിട്ടിടയായി. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു.
ഇവിടെ എല്ലാം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കുപ്രോസ് എന്നും കുറേന എന്നും ഒക്കെ പറയുന്നത് ഇസ്രായേലിലല്ല, അത് സൈപ്രസും സൈറീനെന്നും ഒക്കെ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളാണ്. ഇവരെല്ലാം ജാതികളാണ് എന്ന് വിചാരിക്കല്ല. മറ്റുള്ള ജാതികൾ എന്ന് പറഞ്ഞപ്പോഴത്തേന് അവരൊന്നും ജാതികളല്ല, പ്രത്യേകത അവരെല്ലാം യഹൂദന്മാരാണ്, ഗ്രീക്ക് യഹൂദന്മാരാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ അവിടെ കണ്ടു ഒത്തിരി യഹൂദന്മാർ, അതായത് ഗ്രീക്ക് ജ്യൂസ് അവിടെ എത്തുന്നതായിട്ട് നമുക്ക് കണ്ടു. 10-15 രാജ്യങ്ങളുടെ പേര് നമ്മൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തതാണല്ലോ. അവർ ലോകം മുഴുവനും ചിതറിക്കിടക്കുകയാണ് എന്ന് ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറി ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, ജുദിയ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇവിടെ മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ രാജ്യമാണ് ഇവിടെ. എന്നാൽ ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഇവരിപ്പോൾ ഓടിപ്പോയിരിക്കുന്ന സ്ഥലം ഈ സീദോൻ എന്നും സോറെന്നും സറാഫാത്ത് എന്നും ഒക്കെ പറയുന്ന ഈ ഭാഗങ്ങളായിട്ട്, സിറിയ, അതിനുശേഷം കിലിക്കിയ, കപ്പദോക്കിയ, ഗലാത്തിയ, ബിദുന്യ, പൊന്തോസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഇവിടെ മുഴുവൻ ഇവർ ചിതറിക്കിടക്കുകയാണ്. മക്കദോനിയ, അഖായ, ഇറ്റലിയിലെ റോം, ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം. കുറേന എന്ന് പറയുന്ന ഇതാണ്, സൈറീൻ എന്ന് പറയുന്ന ആഫ്രിക്ക, നോർത്തേൺ ആഫ്രിക്കയുടെ ഒരു ഭാഗമാണ്. ഈജിപ്തിന് ശേഷമുള്ള ഈജിപ്തിലെ അലക്സാൻഡ്രിയ, ഇവിടെ എല്ലാം ഇവർ ഈ ദേശം മുഴുവനും ചിതറിപ്പോകുവാനായിട്ട് ഇടയായി. ദമസ്കോസിലും സിറിയയിലും ഇങ്ങനെ ഈ ദേശം മുഴുവനും ചിതറിപ്പോകുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ നിന്നും. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ഇവരെല്ലാവരും ചിതറിപ്പോകുവാനായിട്ടും അവിടെ എല്ലാം അവർ ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുവാനും ഇടയായി തീർന്നു. ഇവിടുത്തെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഇവർ ചിതറിപ്പോയി എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ ആ ഒരു സെറ്റിങ്സിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകല്ല. നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ആ വചനത്തോട് നീതി പുലർത്തിക്കൊണ്ട് വേണം ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. നമ്മൾ പഠിച്ചു വെച്ചത് എന്തോ, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ പാരമ്പര്യമായിട്ട് ട്രഡീഷണലായിട്ട് നമുക്ക് അറിയാവുന്ന വിഷയം എന്തോ, അതല്ല ഇവിടുത്തെ ഇൻട്രസ്റ്റ്. ഇവിടുത്തെ വിഷയം എന്താണ് ആക്ച്വലി ഈ ബൈബിൾ പറയുന്നതെന്ന് തിരുവചനത്തിൻ്റെ ആ വെളിച്ചത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. ഇവിടുത്തെ ആ ഒരു സെറ്റിങ്സിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വന്നു കൂടിയവർ, അവര് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുകയും അവിടെ വലിയ ദൈവപ്രവൃത്തി കണ്ടിരിക്കുകയുമാണ്. അങ്ങനെ അവിടെ നിന്നും വീണ്ടും ആൾക്കാർ അതിനുശേഷം അവിടേക്ക് എത്തിച്ചേരുവാനായിട്ടിടയായി. കാര്യം പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരികയും അവരത് ശക്തി പ്രാപിച്ച് അവരിൽ കൂടെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടക്കുന്ന ലെവലിൽ ഭയങ്കര ശക്തമായി ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് യഹൂദൻ ലോകം മുഴുവനും താമസിക്കുന്നതും ചിതറിപ്പാർക്കുന്നിടത്തെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നതും. അവർ യെരുശലേമിലേക്ക് ആണ്ടിൽ 3 പ്രാവശ്യം പെരുന്നാൾ ആഘോഷത്തിനായിട്ട് വരുന്നതുമെല്ലാം അവരുടെ പിതാക്കന്മാരുടെ കാലം മുതലേ ആയിരക്കണക്കിന് വർഷം, സഹസ്രാബ്ദങ്ങളായിട്ട് അവരിതിനു വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വരികയും അവർ വലിയ പ്രവൃത്തി അവരുടെ അവരുടെ ആരാധനാ കേന്ദ്രമായിരിക്കുന്ന യെരുശലേമിൽ അത് നടക്കുമ്പോൾ അവരെല്ലാവരും അവരവരുടെ ദേശത്ത് നിന്ന് വിട്ടേച്ച് വീണ്ടും വരുവാനായിട്ടിടയായി. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കണ്ട് 3000 പേരോളം സഭയോട് ചേരുവാനായിട്ടിടയായി. സഭയോട് ചേരുകയാണ്. അവിടെ പുതിയൊരു സഭ ആരംഭിക്കുകയല്ല, ഓൾറെഡി ഉള്ള സഭയോട് ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ വസ്തുവകകളെല്ലാം വിറ്റിട്ട് അവരിവിടെ യെരുശലേമിൽ വന്ന് താമസിക്കുക. അടുത്ത അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ ഗ്രീക്ക് വിധവമാരെ അവർ ഡെയിലി മിനിസ്ട്രേഷനിൽ അവരുടെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു. അവർക്ക് വേണ്ടുന്ന ഡെയിലി അവർക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടാതായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാകുന്നതും മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് 7 പേരെ പ്രാർത്ഥിച്ച് അവരെ കൽപ്പിച്ചാക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെല്ലാവരും അവരുടെ വസ്തുവകകളെല്ലാം വിറ്റിട്ട് അവരുടെ സമ്പാദ്യങ്ങളും ഒക്കെ ആയിട്ട് യെരുശലേമിൽ വന്ന് ഇവിടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും പറഞ്ഞു കേട്ടതല്ല, അവർ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് കേൾക്കുകയും കാണുകയും തൊടുകയും ചെയ്തിരിക്കുക. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ട് പോയിരിക്കുക, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, ഈ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മടങ്ങി വരും, അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. അവർക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാനായിട്ട് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചിതറിപ്പാർക്കുന്നവരൊക്കെ ഇവിടെ എത്തിയിരിക്കുക. 4-ാമത്തെ അധ്യായമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ കുപ്രോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ബർന്നബാസ് കുപ്രോസിലെ തൻ്റെ സ്ഥലം വിറ്റിട്ട് മുഴുവൻ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്നത് 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഈ ബർന്നബാസിനെയാണ് ഇവരിപ്പോൾ ഇവിടെ അയച്ചിരിക്കുന്നത്. കാര്യം അവരെല്ലാം അന്ന് വിറ്റിട്ട് ഇങ്ങി പോരുന്നു. യെരുശലേമിലാണ്
അവർക്ക് ഡെയിലി ഉള്ളത് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി 7 പേരെ പ്രാർത്ഥിച്ചാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 5-ാമത്തെ അധ്യായം വരുമ്പോൾ നമുക്ക് കാണാം അനന്യാസിനെ സഫീറയെയും അവര് ഒരല്പം വിറ്റതിൽ നിന്ന് മാറ്റി വെച്ചതാണ്. പത്രോസിന്റെ മുന്നിൽ അവർ വീണ് 2 പേരും ഭാര്യയും ഭർത്താവും വീണ് മരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു ഭയങ്കര ദൈവിക ദൈവ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാർ 12 പേര് ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോയി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അതുവരെ ചെയ്യാൻ പാകത്തിന്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പാകത്തിന് ദൈവം അവരുടെ മേലെ ശക്തി പകർന്നിരിക്കുക, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നിരിക്കുക. 3000 പേര് ആദ്യം അവരോടുകൂടെ ചേരുക. അതിനുശേഷം 5000 പേര് അടുത്ത ദിവസം നമുക്ക് കാണാം. 5000 പേര് പുരുഷന്മാർ തന്നെ 5000 പേര് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുക, അടയാളങ്ങൾ നടക്കുകയാണ്. ഇതാണ് ആ ഒരു സമയത്തെ ആ ഒരു കോണ്ടെക്സ്റ്റ്, അത് വിട്ടുപോകല്ല. ഈ സമയത്താണ് സ്തേഫാനോസ് അവരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ആ സ്തേഫാനോസിനെ ഈ മഹാപുരോഹിതനും മറ്റേ പുരോഹിത വൃന്ദവും ശാസ്ത്രിമാരും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സഭയിൽ വെച്ച് എറിഞ്ഞു കൊല്ലുവാൻ ഉത്തരവിടുകയും അവിടെ അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുകയുമാണ്. അങ്ങനെ സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ, ഇവിടുത്തെ വിഷയം അതാണ്. ആ സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നപ്പോൾ ഉണ്ടായ ഉപദ്രവം ഹേതുവായാൽ ചിതറിപ്പോയവർ, അതിനുശേഷം അവർക്ക് അവിടെ നിക്കക്കണ്ണിയില്ലാതെ അവരവിടെ നിന്ന് ചിതറിപ്പോവുകയാണ്. ചിതറിപ്പോയി കഴിയുന്നത് എങ്ങോട്ടാണ് പോയേക്കുന്നത്? ശമരിയയിലേക്കും ഫോയ്നിക്കയിലേക്കും. ഈ ശമരിയ എന്നൊക്കെ പറയുന്നത് മേലത്തെ ഇസ്രായേലാണ്, നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്ന ഭാഗമാണ് ഈ ശമരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുപ്രോസ്, കുറേന, അതുപോലെ അന്ത്യോക്യ, ദമസ്കോസ്, ഫോയ്നിക്യ എന്നൊക്കെ പറയുന്നത് ലെബനോനാണ്. ഈ സ്ഥലങ്ങൾ മുഴുവനും അവർക്ക് എവിടെല്ലാം എത്തിപ്പെടാമോ, അന്ന് ഫ്ലൈറ്റും അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിലർ ലോറികളൊന്നുമില്ല, ആൾക്കാർ കൂട്ടമായി കയറി പോകാനൊക്കെ അവർക്ക് എത്രമാത്രം നടന്നു പോകാമോ, കാൽനടയായിട്ടും കുതിരവണ്ടിയിലും വള്ളത്തിലും ഒക്കെ പോകാൻ പറ്റുമോ, അവിടെയൊക്കെ അവർ എത്തിച്ചേർന്നിരിക്കുക. ഈ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. 21-ാം വാക്യം അവിടെ പറയാ, കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഇവിടെ ആര് വിശ്വസിച്ചുവെന്നും ജാതികൾ വിശ്വസിച്ച് ഇതിലോട്ട് വന്നുവെന്നോ ഇതിനെ യഹൂദന്മാർ ലീഡ് ചെയ്തിരുന്നോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വലിയൊരു കൂട്ടം എന്നുള്ളതാണ്. വലിയൊരു കൂട്ടം വിശ്വസിച്ച് എ ഗ്രേറ്റ് നമ്പർ ബിലീവ്ഡ്. യെരുശലേമിൽ ഇവർ പ്രസംഗിച്ചിട്ട് അവരെ ഉപദ്രവമല്ലാതെ അവർക്ക് വേറൊന്നും നേടാൻ കഴിയുന്നില്ല. 12 അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അന്ത്യോക്യയിൽ നടക്കുക. അതുകൊണ്ട് വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ച് കേട്ടാറെ, അതായത് ഇവരാരും അങ്ങോട്ട് പോയിട്ടില്ല, അവരെക്കുറിച്ച് കേട്ടതേ ഉള്ളൂ. യെരുശലേമിൽ നിന്നും അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം അയക്കുക. എന്താ ബർന്നബാസിനെ അയക്കാൻ കാര്യം? ഇവരെ പോലെ ഒരാളാണ് ബർന്നബാസും. അദ്ദേഹം താമസിക്കുന്നത് കുപ്രോസിലാണ്. ലേവ്യനാണ്, കുപ്രോസിൽ താമസിക്കുകയാണ്. അവിടെ നിന്നുള്ളതെല്ലാം വിറ്റിട്ട് യെരുശലേമിൽ വന്ന് യഹൂദന്മാർ ഈ 12 ശിഷ്യന്മാരോടുകൂടെ കൂടിയിരിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവനും വിശ്വസ്തനുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം വളരെ ആത്മാർത്ഥതയോട് സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ അവിടോട്ട് അയക്കുക. ഇവരൊന്നും ശിഷ്യന്മാരല്ല പോയത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ ബർന്നബാസിനെ അന്ത്യോക്യയോളം അയക്കുകയാണ്. എല്ലാവരും ഹൃദയ നിർണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ബർന്നബാസ് അവിടെ ചെന്ന് അവരെ പ്രബോധിപ്പിക്കുക. ഇവിടെ എല്ലാം ബർന്നബാസ് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പ്രബോധിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, ആ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ളൊരു സുവിശേഷമേ അല്ല. ബർന്നബാസിന് ഇവരാരും തന്നെ 12 അപ്പോസ്തലന്മാർ ഇതുവരെയും അത് പ്രസംഗിച്ചതായിട്ട് നിങ്ങൾക്ക് കേൾക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ൽ നമ്മൾ പഠിച്ചില്ല, 2-ൽ നമ്മൾ പഠിച്ചില്ല, 3-ലോ 4-ലോ 5-ലോ 6-ലോ ഒന്നും ഇത് പഠിച്ചിട്ടില്ല. 7-ലും അതല്ല പഠിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ബർന്നബാസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ ബർന്നബാസ് കർത്താവിൻ്റെ ക്രൂശീകരണമോ ക്രൂശിൽ കൂടിയുള്ള ഒരു രക്ഷയോ വിടുതലോ ഒന്നുമല്ല സംസാരിക്കുന്നത്. അവരുടെ എല്ലാം പ്രധാന വിഷയം കർത്താവായ യേശു തന്നെ, ക്രിസ്തു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു, അങ്ങനെ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് അവരുടെ സുവിശേഷം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവന് നിത്യജീവനുണ്ട്. അത് അവർ പ്രസംഗിക്കുന്ന സുവിശേഷം. ഇവിടെ ആ സുവിശേഷത്തിൽ വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു, അല്ലെങ്കിൽ സഭയോട് ചേർന്നു. മനസ്സിലായോ?
ഈ വലിയ പുരുഷാരം എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ 21 വാക്യത്തിലെ ഹൈലൈറ്റ് അത് കാണിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കണം, വലിയൊരു കൂട്ടം ജനം ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ഒരു മാർഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പോളിന്റെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ബർന്നബാസ്. ബർന്നബാസിനെയാണ് ശിഷ്യന്മാര് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ജാതീയ ദേശത്ത് ഒരു വലിയ ഉണർവുണ്ടായിരിക്കുക. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എവിടെ ഈ ഉണർവ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാമോ? അന്ത്യോക്യയിൽ ഈ ഉണർവ് ഉണ്ടാകുവാനായിട്ട് ആക്ച്വലി ഒരു ചാൻസ് ഉള്ളതല്ല. ഒരു വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ അന്ത്യോക്യയിലെ ഈ സ്ഥലത്ത് ഏകദേശം നിയർ ബൈ ദിസ് പ്ലേസ് ഇവിടെ വെച്ചാണ് ആ സുറഫോയിനിക്ക ലേഡി വന്ന് കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ് എൻ്റെ മകൾക്ക് സൗഖ്യം വേണമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് കാണിച്ചെങ്കിലും നിങ്ങൾക്ക് പലർക്കും അത് കാണുവാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ് വൺസ് അഗെയിൻ. ഇത് കണ്ടില്ലയോ? ഇതാണ് ഈ സീദോൻ എന്ന് പറയുന്ന സ്ഥലം. ഇതിനെയാണ് സുറഫോയിനിക്ക എന്ന് പറയുന്നത്. സുറഫോയിനീഷ്യ ഫോയിനീഷ്യ എന്ന് പറയുന്നത്. ഫോയിനിക്ക എന്ന് മലയാളത്തിൽ പറയും. ഈ സീദോൻ ലെബനീസ് ആണ്. ഇതിനെയാണ് ഫോയിനിക്ക എന്ന് പറയുന്നത്. ഇത് സിറിയയാണ്. സിറിയയും ഫോയിനിക്കയും കൂടെ ചേരുന്ന ഈ ഭാഗത്തെയാണ് സീറോ ഫോയിനിക്ക അല്ലെങ്കിൽ സീറോ ഫോയിനിക്ക എന്ന് പറയുന്നത്. ആ ലേഡി മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 26-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു സുറഫോയിനിക്കക്കാരി ഒരു വുമൺ, ഒരു ലേഡി വന്നിട്ട് കർത്താവിനോട് തൻ്റെ മകൾക്ക് സൗഖ്യം വേണമെന്ന് പറയുക. ഈ ഭാഗം അത് എക്സാക്ട്ലി സിറിയ, അന്ത്യോക്യ. ഇതാണ് അന്ത്യോക്യ. ഈ ഒരു ഭാഗത്താണ് സുറഫോയിനിക്ക എന്ന് പറയുന്നത്. ഇത് അന്ത്യോക്യ. ഈ ഭാഗത്തുള്ള ഒരു ലേഡിയാണ് വന്ന് കർത്താവിനോട് സൗഖ്യം ചോദിക്കുന്നത്. അവിടെ അന്ന് കർത്താവ് അവളോട് മറുപടി പറയുന്നത്, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ ഈ ഒരു ഭാഗ്യത്തിലേക്ക് വരാൻ യോഗ്യതയുള്ളവരല്ല. നായ്ക്കൾ എന്ന് വിളിക്കാവുന്ന ലെവലിലായിരിക്കുന്നവരാ. ഇന്ന് ഈ സീറോ അല്ലെങ്കിൽ സിറിയ അല്ലെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ ആയിരിക്കുന്ന അന്ത്യോക്യയിലാണ് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സായി മാറിക്കൊണ്ടിരിക്കുക. ഇവഞ്ച്വലി അടുത്ത് വരുന്ന അധ്യായങ്ങളൊക്കെ നമുക്ക് കാണാം. പത്രോസ് അപ്പോസ്തലനും യാക്കോബും ഒക്കെ അന്ത്യോക്യയിലേക്ക് വരുന്നതും അവരൊക്കെ ഈ അന്ത്യോക്യ കേന്ദ്രമായി. യെരുശലേമിൽ നിന്ന് കാര്യങ്ങളൊക്കെ മാറി. 8-ാമത്തെ അധ്യായത്തിൽ മുതലേ ഞാൻ പറയുകയാണ്, യെരുശലേമിൽ നിന്ന് ദൈവിക തേജസ് മാറ്റപ്പെട്ടു. ഇപ്പൊ അന്ത്യോക്യ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കുക. ഒരു വർഷം മുമ്പ് കർത്താവ് പറഞ്ഞതാണ്, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോ അവിടേക്ക് പോളിനെ വിളിച്ചുകൊണ്ടുവരാൻ ബർന്നബാസിന് പ്രേരണയുണ്ടായി. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബർന്നബാസിന് ഈ അന്ത്യോക്യയിൽ നിന്നും യെരുശലേമിൽ പോയി ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 350-400 കിലോമീറ്ററെങ്കിലും പോകണം. ഇവിടെ ഭയങ്കര ജനക്കൂട്ടം ഇല്ല, എന്താ പറയുന്നത്, വലിയ ക്രൂസൈഡ് കൺവെൻഷൻ മാതിരി ജനം കൂടിയിരിക്കുക. അവർ ഒത്തിരി പേര് വിശ്വസിച്ചിരിക്കുക. അവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരെയാണ് പോൾ ആയിരിക്കുന്ന തർസോസ്, കിലിക്കിയിലെ തർസോസ്. തന്നെയല്ല, ജാതികളെ രക്ഷിക്കുവാനായിട്ട് പോളിനെ ദൈവം വിളിച്ചിരിക്കുന്നതിനെ ഏറ്റവും നന്നായി അറിയാവുന്നത് ബർന്നബാസിനാണ്. ഓരോരുത്തരെയും ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. 12 അപ്പോസ്തലന്മാർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ പോളിനെ നന്നായി അറിയാവുന്നത് ബർന്നബാസിനാണ്. ഈ അന്ത്യോക്യയിൽ നിന്നും ദമസ്കോസിൽ നിന്നും പോളിനെ കൂട്ടിക്കൊണ്ടുവന്ന് ബർന്നബാസ് ആണ് 12 പേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ. അപ്പോൾ പോളിന്റെ മേലുള്ള വിളി എന്താണ്, കമ്മീഷൻ എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണ് എന്നുള്ളത് ബർന്നബാസിന് നല്ലവണ്ണം അറിയാം. അങ്ങനെ പോളിനെ അവർ അന്ത്യോക്യയിലേക്ക് ബർന്നബാസ് കൂട്ടിക്കൊണ്ടുവരികയാണ്. കാര്യങ്ങൾക്ക് കുറെ കൂടെ വ്യക്തത ഇവിടെ ഉണ്ടായി തുടങ്ങിയാണ്. പോൾ ഇപ്പോൾ അന്ത്യോക്യയിൽ എത്തിയിരിക്കുക. തന്നെ വിളിച്ച ഒരു വിളിയുണ്ട്. അതിനുശേഷം ദൈവം തന്നെ അറേബ്യയിലേക്ക് നയിച്ചിരിക്കുക. മോശയോട് കർത്താവ് ഇടപെടുന്നതിന് മുമ്പ് സീനായ് മലയിലേക്ക് മോശയെ ദൈവം വിളിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ കൂടി നടത്തി മോശയോട് ദൈവം ഇടപെട്ടതുപോലെ അറബിയിലേക്ക് പൗലിനെ ദൈവം നടത്തിക്കൊണ്ടു പോവുകയും ദൈവം പൗലോസിനോട് അവിടെ വെച്ച് ഇടപെടുകയും ചെയ്യുക. അതിനുശേഷം താൻ ദമസ്കോസിലെത്തി, പിന്നെ ജെറുസലേമിൽ 2 ആഴ്ച താമസിക്കുകയുണ്ടായി. അതിനുശേഷം താൻ തൻ്റെ സ്ഥലമായിരിക്കുന്ന കിലിക്കിയയിൽ തർസോസിൽ ശുശ്രൂഷിച്ചുകൊണ്ട് ആയിരിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ, യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പ്രസംഗിക്കുന്നത് പരിച്ഛേദനയും യാഗവും ന്യായപ്രമാണവും ഒന്നുമല്ല, യേശു ക്രിസ്തുവിനെയാണ് പോൾ പ്രസംഗിക്കുന്നത്. ക്രിസ്തു തന്നെ എല്ലാം എന്നുള്ളൊരു വിഷയം. പൗലോസ് അപ്പോസ്തലന് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പരിപൂർണമായ റെവലേഷൻ ഇവിടെ ലഭിച്ചിട്ടില്ല. ദൈവം ആ ഒരു വിഷയത്തിലേക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാരംഭ ദശയാണ് ഈ കാണുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് പോളിന് നന്നായി മനസ്സിലായിരിക്കുന്നു. പോൾ പ്രസംഗിക്കുന്നത് അതാണ്, ക്രിസ്തുവാണ് സകലതും. ഇവിടെ യാഗം കഴിക്കുന്നതിലോ യാഗപ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലോ പരിച്ഛേദന ചെയ്യുന്നതിലോ ന്യായപ്രമാണത്തിലോ ഒന്നുമല്ല നമ്മുടെ രക്ഷ, മറിച്ച് അത് ക്രിസ്തുവിലാണ്.
എന്ന് താൻ ശക്തമായിട്ട് അവിടെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് കളമൊരുങ്ങിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ 26-ാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോൾ വന്നു കഴിയുമ്പോൾ ഇവിടെ പറയുന്നത് കണ്ടില്ലോ, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലനെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇതാ 25-ാമത്തെ വാക്യം ഇവിടെ പറയാണ്, അവർ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അതായത് അന്ന് ഇതുമാതിരി ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ വരാവുന്ന രീതിയൊന്നുമല്ല. ബർന്നബാസ് പോയി കണ്ടുപിടിക്കുക. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവനെ അറിയുവാൻ തക്കവണ്ണം അവിടെ ഫേമസ് ആയിട്ടുണ്ട്. ചെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും, ആര്? ബർന്നബാസും പൗലോസും ചേർന്ന് സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക പദ്ധതി ഫുള്ളി റിവീൽഡ് ആയിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങിയ ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്താ ഇവരോട് ഉപദേശിക്കുന്നതെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതായത് ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു തന്നെ ക്രിസ്തു എന്നുള്ളൊരു സുവിശേഷം ആദ്യം ഇവരുടെ മുന്നിൽ ഉറപ്പിക്കണം. വേറെ ഒന്നും ചെയ്യുന്നതിലല്ല രക്ഷ. കർത്താവ് ആ ഗിരിപ്രഭാഷണത്തിൽ കൂടെയൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവിടെ പ്രസംഗിക്കുക. അതുകൊണ്ട് ജനത്തിന് മറ്റുള്ള ഒരു കാര്യങ്ങളിലുമല്ല, ക്രിസ്തുവിലാണ് വിശ്വാസം. അങ്ങനെ അവരെ എല്ലാവരെയും ക്രൈസ്റ്റിയൻസ് എന്നറിയപ്പെടുക. അതായത് ക്രിസ്തു മാത്രം, മറ്റൊന്നിലും അവർക്ക് ഫോക്കസ് ഇല്ല. യേശു ക്രിസ്തു, ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് എന്നുള്ളൊരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്റ്റിയൻസ് എന്ന് പറഞ്ഞതാണ് ക്രിസ്ത്യൻസ് ആയിട്ട് പിന്നെ നമ്മൾ മാറുന്നത്. വേറെ യഹൂദന്മാരുടെ ആചാരത്തിലോ കാര്യങ്ങളോ ഒന്നുമല്ല. യേശു ക്രിസ്തുവിലൂടെ സകലതും നിവൃത്തിയാകുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നുള്ള പഠിപ്പേര്. ദാവീദിന്റെ സന്തതിയായ ജനിച്ച യേശു ക്രിസ്തു, ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഇതാണ് പോൾ അവിടെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നത്. അതായത് ക്രൈസ്റ്റ് അലോൺ. അതുകൊണ്ടാണ് അവരെ ക്രൈസ്റ്റിയൻസ്, നമ്മൾ ബുദ്ധനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധമതത്തിലായിരിക്കുന്നവരെ ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ക്രൈസ്റ്റിനെ ആരാധിക്കുന്നവരെ ക്രൈസ്റ്റിയൻസ് എന്ന് വിളിച്ചു തുടങ്ങി. ആരാ വിളിച്ചതെന്നറിയാമോ? യഹൂദന്മാരാ വിളിച്ചത്. കാര്യം യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനൊരു ആരാധനയില്ല. അവർ മോശയുടെ ന്യായപ്രമാണവും പരിച്ഛേദനയും 10 കൽപ്പനയും പൗരോഹിത്യത്തിലൊക്കെ നിൽക്കുന്നവരാ. അവർക്ക് നസ്രയനായ യേശു എന്ന് പറയുന്ന ആളിനെ ഒരു ലീഡറാക്കി ഒത്തിരി പേര് അവനിൽ കൂടി രക്ഷ നേടുന്ന ഒരു പദ്ധതിയിലേക്ക് വന്നിരിക്കുന്നു. ക്രൈസ്റ്റ് അവനാണ് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് അവരെ ക്രൈസ്റ്റിയൻസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു തുടങ്ങി. ഇതാണ് അന്ത്യോക്യയിൽ വെച്ച് മറ്റുള്ള യഹൂദന്മാർ അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കാരണം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ, ഈ ബഹുജനം എന്നൊക്കെ പറഞ്ഞ ആയിരക്കണക്കിന് ജനങ്ങളാ, ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ഇവർക്ക് യെരുശലേമിൽ വെച്ച് പേരാകാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യെരുശലേമിൽ ഫോളോ ചെയ്യുന്നത് ഈ ഒരു മാർഗമല്ല, അവർ യഹൂദിയ മാർഗമാണ്. 12 അപ്പോസ്തലന്മാരുടെ കൂടിവരവിനെ എന്താണ് ഇവർ ഇതുവരെ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കൂടി വന്നിരുന്നത് ഈ ഒരു മാർഗത്തിലല്ല, അവർ യഹൂദിയ മാർഗത്തിൽ. അവർക്ക് പരിച്ഛേദനയുണ്ട്, 10 കൽപ്പനയുണ്ട്, യാഗമുണ്ട്, യാഗപ്രാർത്ഥനയുണ്ട്, പൗരോഹിത്യമുണ്ട്, ആലയമുണ്ട്. അവർ പോകുന്നത് യെരുശലേം ദേവാലയത്തിലാണ്. അവർ യഹൂദന്മാരാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ഈ അന്ത്യോക്യയിലെ ചർച്ചിൽ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഒന്നാമത്തെ ചർച്ച ആണോ അന്ത്യോക്യയിലെ ചർച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. അല്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാര്യം അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ റെവലേഷൻ, വെളിപ്പാട് തനിക്ക് ലഭിച്ചിട്ടില്ല. ക്രിസ്തു ആണ് സകലതും എന്ന് തനിക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അറബിയിൽ വെച്ച് ദൈവം തന്നോട് ഇടപെടുകയും കിലിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ താൻ പഠിപ്പിച്ചു പോരുന്ന ആ ദൈവിക സാന്നിധ്യം, ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് എന്നുള്ള സുവിശേഷം താൻ ഇവിടെയും പഠിപ്പിച്ചു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പോൾ ഒരു യഹൂദന. നമ്മൾ ഇന്ന് കാണുന്നത് മാതിരി നമുക്ക് കാത്തലിക്സ് എന്നും യാക്കോബക്കാരെന്നും അല്ലെന്നുണ്ടെങ്കിൽ പെന്തക്കോസുകാരെന്നും സാൽവേഷൻ ആർമി എന്നും ഒക്കെ പറയുന്ന മാതിരി നിറയെ ഓപ്ഷൻസോ അങ്ങനെയൊന്നും ഉള്ള ഒരു കാലമല്ല അത്. അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. പൗലോസ് അപ്പോസ്തലൻ യഹൂദന, ധരിച്ചിരിക്കുന്നത് നീള കുപ്പായമാ, താഴെ വരെ മുട്ടുന്ന കുപ്പായമാ.
അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഊതിൻ്റെയും യഹൂദന്മാരുടെ ആ ഒരു സ്മെല്ലും ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു യഹൂദിയ പുരോഹിതൻ എന്നുള്ള രീതിയിലാണ് ആ ഒരു യഹൂദനാണ്. കാര്യം അതുപോലെ ഗമാലിയേൽ ശാസ്ത്രിയുടെ പാദപീഠത്തെങ്കിലിരുന്ന് പഠിച്ച ഒരു ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഒരു യഹൂദനാണ്. ആ ഉപദേശമാണ് താൻ പറയുന്നത്. അതായത് യഹൂദനാണ്, കൂടാതെ ന്യായപ്രമാണത്തിൽ താൻ അഗ്രഗണ്യനാണ്. കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. എന്തോ അടുത്ത ഒരു ലെവലിലേക്കുള്ള ഒരു റെവലേഷൻ ദൈവം പൗലോസിന് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ മറ്റുള്ള ശിഷ്യന്മാർക്ക് അറിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പന്തിരുവരുടെ അടുക്കൽ വന്നപ്പോഴും ബർന്നബാസ് തന്നെ പന്തിരുവരുടെ അടുക്കൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുമ്പോഴും അവർക്ക് മനസ്സിലായിരിക്കുന്നത് പോളിന്റെ മേൽ എന്തോ ഒരു പ്രത്യേക ദൈവകൃപ പകർന്നിരിക്കുന്നു. അടുത്ത ഒരു തലത്തിലെ ചില റെവലേഷൻസ് പോളിനെ ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ പോളിനോട് അവർക്ക് വലിയ വിരോധമൊന്നുമില്ല. ഇന്ന് കാത്തലിക്കക്കാരെ പെന്തക്കോസ്തുകാരെ കാണുന്ന മാതിരി അല്ല അന്ന് പോളും 12 അപ്പോസ്തലന്മാരും കണ്ടിരുന്നത്. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് കാര്യങ്ങളാണ്. ഡേ ആൻഡ് നൈറ്റ് മാതിരി വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. കത്തോലിക്കയുടെ ഉപദേശവും അവരുടെ ആരാധനയും അവരുടെ ആചാര്യന്മാരും അവരുടെ ആലയവും അതും പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സും അവരുടെ സഭാകളും അവരുടെ ആരാധനയുമായിട്ട് ഡേ ആൻഡ് നൈറ്റ് മാതിരിയുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമല്ല പൗലോസും പത്രോസും തമ്മിലുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഇവരുടെ കൂടെ തന്നെ ഉള്ള ആളാണ്. ഗമാലിയേൽ ശാസ്ത്രിയുടെ പാദപീഠത്തെങ്കിലിരുന്ന് യഹൂദിയ മത കാര്യങ്ങൾ അഭ്യസിക്കുകയും ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യൻ എന്ന് പറയത്തക്ക ലെവലിൽ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ, പുറപ്പെട്ട നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക, അത് വിലക്കിയിട്ടില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്ന സകല ദേശത്തും പോയി ഈ സുവിശേഷം അറിയിപ്പീൻ. അത് ചെയ്യുന്നതിൽ പോളിന് മടിയില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അടുത്ത എന്തോ ഒരു റെവലേഷൻ മറ്റുള്ളവർക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് ദൈവം പോളിനെ നടത്തിയിരിക്കുന്നു എന്ന് മാത്രമേ യഹൂദന്മാർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് അവർ ചേർന്ന് വരുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ഒരേ ആലയത്തിലാണ് കൂടി വരുന്നതും ഒരേ സഭായോഗങ്ങളിലാണ് കൂടി വരുന്നത്. അവിടെ പോൾ പ്രസംഗിക്കുന്നത് ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് എന്നുള്ളതാണ്. അവിടെ ജുഡായിസമോ അല്ലെങ്കിൽ ലോ ഓഫ് മോസസ്, മോശയുടെ ന്യായപ്രമാണമോ മെസ്സിയാനിക് ജുഡായിസമോ ഒന്നുമല്ല പോൾ പ്രസംഗിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക. ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് നിത്യജീവനുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള സത്യസുവിശേഷം. ഈ സുവിശേഷമാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് അടുത്ത നാളുകളിലാണ് പോളിനെ ദൈവം നടത്തുന്നത്. ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് എന്നുള്ള ഒരു സുവിശേഷം. ഇതുകൊണ്ടാണ് അവരെ ക്രൈസ്റ്റിയൻസ് എന്ന് വിളിച്ചു തുടങ്ങിയത്, ക്രിസ്ത്യാനി എന്ന് വിളിച്ചു തുടങ്ങിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ട് 12 അപ്പോസ്തലന്മാരെ ഇവരെ പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നു, അതിനുശേഷം 1 വർഷത്തോളം അവിടെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. എന്തുകൊണ്ട് അവരെ ക്രിസ്ത്യൻസ് എന്ന് വിളിച്ചില്ല? എന്തുകൊണ്ട് യെരുശലേമിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, നമ്മളിന്ന് പറയുന്നത് പോലെ യെരുശലേമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിച്ചത്. ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാളിലെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്ത് പെരുന്നാളിലെ പരിശുദ്ധാത്മ പകർച്ചയിലാണെങ്കിൽ എന്തുകൊണ്ട് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചില്ല? കാര്യം അവർ ക്രിസ്ത്യാനിറ്റി അല്ല പ്രസംഗിക്കുന്നത്, അവർ ക്രിസ്ത്യാനികളല്ല ഫോളോ ചെയ്യുന്നത്, അവർ ക്രിസ്ത്യൻസ് അല്ല, അവർ യഹൂദന്മാരാണ്. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്തങ്ങളെ അവർ ഫോളോ ചെയ്യുക, അതിനുവേണ്ടി കാത്തിരിക്കുകയും അതവർക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുക. എന്നാൽ പോളിനെ ദൈവം അടുത്ത ഒരു തലത്തിലേക്ക് നടത്തിയിരിക്കുക. പോൾ അന്ത്യോക്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കുന്നത് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് അലോൺ. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് ക്രൈസ്റ്റിയൻസ് എന്നിവരെ വിളിക്കാൻ തുടങ്ങിയത്. അവിടെ പരിച്ഛേദനയൊന്നുമില്ല, അവിടെ മോശയുടെ ന്യായപ്രമാണമൊന്നും ഫോളോ ചെയ്യേണ്ട. ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഈ ന്യായപ്രമാണത്തിന് തന്നെ പല പല ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, ഈ മോറൽ ലോ, സെറിമോണിയൽ ലോ, സിവിൽ ലോ. അതിലെ മോറൽ ലോ അവർ ഫോളോ ചെയ്തിരുന്നു. സെറിമോണിയലും സിവിലും ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം അത് സ്പെസിഫിക്കലി യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് ആ അന്ത്യോക്യയിലെ സഭ നടന്നുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് വളർന്നു വന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഏകദേശം 1 വർഷത്തോളമായി
വളരെ ശക്തി പ്രാപിച്ചു. കാര്യം ഈ ഒരു സംഗതി ഉറപ്പിക്കണം. ആദ്യം അവർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നില്ല. അവർ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊന്നിരിക്കുക. യേശു ക്രിസ്തുവിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന് സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നിരിക്കുക. ഇവർ ലോകം മുഴുവൻ ചിതറിപ്പോയിരിക്കുക. ഇതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അവിടെ യേശു ക്രിസ്തുവിന്റെ സാക്ഷി അല്ലെ ക്രൈസ്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരല്പം ധൈര്യം വേണം അത് പറയണമെന്നുണ്ടെങ്കിൽ. ആ ഒരു ദൗത്യമാണ് പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രസംഗിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രാരംഭമായിട്ട് ചെയ്യേണ്ടുന്നത്. ബേസിക് അടിസ്ഥാനമത ദാവീദിന്റെ സന്തതിയായ, ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു, അവനെ ഞാൻ പ്രസംഗിക്കുന്നു, അവൻ തന്നെ ക്രിസ്തു. ഇതാ അവരുടെ സുവിശേഷം. ഇവിടെ ഈ ശുശ്രൂഷയുടെ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്ന പരിശുദ്ധാത്മാവ് സഭയോട് ആലോചന അറിയിക്കുന്നത്. അങ്ങനെയാണ് അവരെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ ദൈവവേലയ്ക്ക് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയോഗിച്ചിരിക്കുന്ന ആ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അവര് ആ ദൗത്യവുമായിട്ട് മിഷണറി യാത്ര ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതാണ് വായിച്ചത്. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി, അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ 1 സംവത്സരം മുഴുവനും, ഈ അവർ എന്ന് പറയുന്നത് പോളും ബർന്നബാസുമാണ് മെയിൻലി. അവർ 1 സംവത്സരം ഈ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. നിങ്ങൾക്ക് ഈ ക്രിസ്ത്യാനി എന്നുള്ള പേരിന്റെ അർത്ഥം നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഒരല്പം കൂടി ഈ വിഷയത്തെ എലാബറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടും ഇവിടെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ടും ഇതിനൊരല്പം കൂടെ പൊട്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ പൗലോസ് തനിക്ക് വെളിപ്പെട്ട സ്വർഗീയ ആലോചനയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. അതാണ് ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതിലൂടെയുള്ള പാപമോചനം, അതിലൂടെയുള്ള രക്ഷ, വീണ്ടെടുപ്പ്, ഇതെല്ലാം യേശു ക്രിസ്തുവിലൂടെയാണെന്ന് പ്രസംഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യൻസ് എന്നൊരു സെക്ട് തന്നെ രൂപം കൊള്ളുവാനായിട്ട് കാരണമായി തീരുന്നത്. യഹൂദന്മാരാണ് ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു തുടങ്ങിയത്, മറ്റാരുമല്ല. കാര്യം മറ്റാർക്കും യേശു ക്രിസ്തുവിനെ അറിയത്തില്ല. യഹൂദന്മാരാണ് എങ്ങനെ വിളിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്നും പോൾ ആരംഭിച്ച ഒരു മാർഗമാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് യഹൂദന്മാർ പറയാൻ കാര്യം. നിങ്ങൾ യഹൂദന്മാര്, ഈ സന്തോഷ് കുളങ്ങര മാതിരിയുള്ള മറ്റാൾക്കാർ, സന്തോഷ് ജോർജ് കുളങ്ങര മാതിരിയുള്ള മറ്റാൾക്കാരൊക്കെ യഹൂദന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നിങ്ങളൊന്ന് കഴിവുന്നുണ്ടെങ്കിൽ കേട്ട് നോക്കണം. അവരൊക്കെ ആരോട് റാൻഡംലി ആരെ വിളിച്ച് ചോദിച്ചാലും അവർ പറയുന്നത് പോൾ ആരംഭിച്ച ഒരു മാർഗമാണ്. പത്രോസോ പന്തിരുവരോ ശിഷ്യന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ ഗമാലിയേലോ അതുപോലുള്ളവർ ആരും ആരംഭിച്ചതല്ല, മറിച്ച് പോൾ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ അതാ പ്രസംഗിച്ചത്. അന്ത്യോക്യയിലെ ക്രിസ്ത്യാനിറ്റിയാ പ്രസംഗിച്ചത്. അവിടെ നിന്ന് ആരംഭിച്ചൊരു മാർഗമാണെന്ന് അവർ ഐക്യകണ്ഠേന പറയും. നമുക്ക് മാത്രം അത് പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 12 പേരെ നമ്മൾ അടിസ്ഥാനമായിട്ട് വെച്ചിരിക്കുക. ഇതൊന്ന് വാസ്തവമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട ക്രിസ്തീയ വിശ്വാസം മുഴുവനും അഴിച്ചു പണിയേണ്ടതായിട്ട് വരും. കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ലാണ് സഭയുടെ ബർത്ത്ഡേ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുക. സഭ പിറന്നത് ആ ദിവസമാണെന്ന്. അവിടെ നടന്ന കാര്യങ്ങളാണ് സഭയുടെ അടിസ്ഥാന പ്രമാണം എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക. അത് യഹൂദിയ വിശ്വാസമാണെന്നും അതിലല്ല ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തമായിട്ട് വെളിപ്പെടുമോ, അന്ന് ആ ആൾ ശരിക്കും ദൈവഭാഗത്തേക്ക് വരികയും തിരുവചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലായി തുടങ്ങുകയും ചെയ്യും. നമുക്കിത് ആരെയും കുറച്ച് കാണുവാൻ വേണ്ടിയിട്ടോ നമുക്ക് പറ്റിയ ഒരു തെറ്റിനെ എടുത്തെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടോ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് നേടുവാൻ വേണ്ടിയിട്ടോ അല്ല. സത്യം ജനത്തിന് മറഞ്ഞു പോകരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 2 നടന്നതല്ല ക്രിസ്ത്യാനിറ്റി. ഇവിടെ ക്രിസ്ത്യൻസ് 11-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവമൊക്കെ നടക്കുന്ന ഏകദേശം AD 39 ശേഷമാണ്, AD 40 ശേഷമാണ്. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാൾ നടന്നത്. 7 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കൊർന്നല്യോസിന്റെ ഭവനം വിസിറ്റ് ചെയ്യുന്നത്. AD 40-കളിലൊക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത 5-6 വർഷം നടന്ന് അവർ ഓടിപ്പോയി അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഈ ദേശത്തെല്ലാം അവർ സെറ്റിലായിരിക്കുക. ആ കൂടി വരുന്നിടത്തൊക്കെ യേശു ക്രിസ്തുവിനെ യഹൂദന്മാരോട് അറിയിക്കുക. അങ്ങനെ അവർ ചേർന്ന് കൂടി വന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവിക ഉണർവ് വ്യാപരിച്ചിരിക്കുക. അവിടെ ബർന്നബാസിനെ അയക്കുക, പൗലോസ് അപ്പോസ്തലൻ അവിടേക്ക് വന്ന് അവരോട് പ്രസംഗിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത് പരിച്ഛേദനയോ യാഗമോ ന്യായപ്രമാണത്തിലെ യഹൂദ മര്യാദകളോ ഒന്നുമല്ല. അവനെ
ക്രമേണ ജാതീയരും ആ ഒരു വിശ്വാസത്തിലേക്ക് ഉൾക്കൊള്ളുവാനും അതിലേക്ക് കടന്നു വരുവാനും ഇടയായി. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സി വിശ്വാസത്തിന്റെ ആരംഭം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളിടത്തു നിന്നും ഈ ഒരു സത്യം ഗ്രഹിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗങ്ങളെ മനസ്സിലാക്കണം. ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് തന്നെയുള്ള ചില ആദ്യകാലത്ത് നടന്ന ചില കാര്യങ്ങൾ കാണിച്ച് നിങ്ങളെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. പൗലോസ് അപ്പോസ്തലനും പോളിനെയും പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വെച്ച് വേർതിരിക്കുക. മനസ്സിലായോ? അവരുടെ ശുശ്രൂഷയിൽ കൂടെ രക്ഷിക്കപ്പെട്ട ജനത്തെ ആ കാലഘട്ടത്തിൽ അറിഞ്ഞിരുന്നത് ക്രിസ്ത്യൻസ് എന്നല്ല, മറിച്ച് പോൾസിയൻസ് ആണ്. പോളീഷ്യൻസ് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. പോൾസിയൻസ്, പോളിനെ പിൻപറ്റുന്നവർ, പോളിന്റെ ഉപദേശങ്ങളിൽ നിൽക്കുന്നവർ, പോൾസിയൻസ് അല്ലെങ്കിൽ പോളീഷ്യൻസ് എന്നൊരു പേരിലാണ് അവർ കൂടുതലും അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് 5 ഗ്രൂപ്പുകളുണ്ട്. ഈ സമയത്ത് ഒരു 5 ഗ്രൂപ്പ് ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിനെ ഒരു സ്കെച്ച് മാതിരി ചെയ്ത് കാണിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ ഈ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രാജുവേഷനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരല്പം തിരക്കായി പോയത് കാരണം അത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും വീണ്ടും ക്വസ്റ്റ്യനുകൾ വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അതിനെ കുറെ കൂടെ ക്ലാരിറ്റിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 കൂട്ടം ജനങ്ങളെ കാണാം, 5 ഗ്രൂപ്പിനെ കാണാം. ഒന്നാമത്തെ ഗ്രൂപ്പാണ് യഹൂദന്മാർ. അവർ മശിഹായെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അവർക്ക് യേശു മശിഹായാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അവരിപ്പോഴും ആ കാലഘട്ടത്തിലും മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. യേശുവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നില്ല. അതാണ് തിരഞ്ഞവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും എന്ന് റോമാലേഖനത്തിൽ പറയുന്നത്. ആ തിരഞ്ഞുകൊണ്ടിരുന്നവർ ആരാ? അവരെല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. റബിമാരൊക്കെ ഈ അത്തിമരത്തിന്റെ കീഴിലിരുന്ന് ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ മറിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും അതിന് രേഖകളുണ്ടോ? ഏത് കാലത്തായിരിക്കും കർത്താവ് വരുന്നത്? ഇതാ കർത്താവ് നഥനയേലിനോട് പറഞ്ഞ, നീ അത്തിമരത്തിന്റെ കീഴിലിരുന്നപ്പോഴേ നിന്നെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അവർ കർത്താവിന് വേണ്ടി ഇന്നും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മശിഹ വരുമെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മശിഹ വരുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാ. ഇവരാണ് യഹൂദന്മാർ, മശിഹായെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവർ. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടം. യഹൂദന്മാരിൽ നിന്ന് തന്നെ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ച യഹൂദന്മാർ. മനസ്സിലായോ? വ്യത്യാസം മാറിപ്പോകല്ല. ഇതാണ് തിരഞ്ഞവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും. തിരഞ്ഞെടുക്കപ്പെട്ടത് അവരാണ്, ബാക്കിയുള്ളവരെല്ലാം വീണുപോയി. ഇതിനെയാണ് ലിറ്റിൽ ഫ്ലോക്സ്. യേശു ക്രിസ്തുവിനെ മശിഹായിട്ട് അംഗീകരിച്ചവർ. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടുന്നത് കാൽവറി ക്രൂസിലെ രക്തത്താലാണ്. ക്രൂസിൽ നടന്ന യാഗത്താൽ നമുക്ക് എന്നേക്കുമായി രക്ഷ വന്നിരിക്കുന്നു എന്നല്ല അവർ വിശ്വസിക്കുന്നത്. അവർ യാഗത്തിലും യാഗപ്രാർത്ഥനയിലും ദേവാലയത്തിലും യെരുശലേമിലെ ആരാധനയിലും ആ ഒരു സെർമൺ ഓഫ് ദ മൗണ്ടിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിലും ഒക്കെയാണ് അവർ ആശ്രയിച്ച് നിൽക്കുന്നത്. അവരുടെ ഗ്രേറ്റ് കമ്മീഷൻ പുറപ്പെട്ട പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും മാനസാന്തരവും സ്നാനവും കാത്തിരിപ്പും പരിശുദ്ധാത്മാഭിഷേകവും അതിൽ ആശ്രയിച്ച് നിൽക്കുന്നവരാണ് ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടം. മനസ്സിലായോ? ഇവിടെ യഹൂദന്മാർ മാത്രമാണ് അതിലുള്ളത്. ഇനി അതിനുശേഷം അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി. അതിൽ യേശു മാത്രം രക്ഷാ നായകൻ എന്നുള്ളൊരു വിശ്വാസത്തിൽ അവർ നിൽക്കുന്നവരാ. ഇതിന്റെ ഒരു ഐഡിയൽ എക്സാമ്പിൾ ആണ് അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത്. ഈ ബർന്നബാസും പോളും ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ക്രൈസ്ത്യൻസ്, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സഭ. ഇവിടെ അവർ ഗിരിപ്രഭാഷണം ഫോളോ ചെയ്തിരുന്ന കാര്യം അതിന്റെ ബേസ് അവിടെ യേശു ക്രിസ്തു കൊടുത്ത ആ ഒരു ബേസ്, ആ ഒരു ഗിരിപ്രഭാഷണത്തിലും ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ, മഹാദൗത്യം, സ്നാനപ്പെടുക, കാത്തിരുന്ന് മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക, അന്യഭാഷ, പ്രവചനം, ഇതൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പ്, അതാണ് ക്രൈസ്ത്യൻസ് എന്നറിയപ്പെട്ടിരുന്നത്. സെർമൺ ഓഫ് ദ മൗണ്ട്, അതിൽ തന്നെ ഈ ന്യായപ്രമാണത്തിലെ ലോ, അതിലെ മോറൽ ലോ അവർ ഫോളോ ചെയ്തിരുന്നു. പക്ഷെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെട്ട ക്രൂശിലൂടെയുള്ള രക്ഷയും അതിലെ രക്തത്താലുള്ള വിടുതലും കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു ഉപദേശവും റാപ്ചറും അല്ലെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടാൻ പോകുന്നു, വാനമേഘങ്ങളിലേക്ക് നമ്മൾ ചേരാൻ പോകുന്നു, നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോകുന്നു, എറ്റേണൽ ഹെവൻലി അബോർഡ്, ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. മനസ്സിലായോ? നിങ്ങൾ ഒന്നുകൂടെ തിരിച്ച് ഇത് യൂട്യൂബിൽ വരുമ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ കേൾക്കണം. അന്നേരം ആ കാര്യം കുറെ കൂടെ നല്ല ഉറച്ച് ആ കാര്യങ്ങളെ മനസ്സിലാക്കി പോകണം.
ഈ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രൈസ്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവ് ഒരു വേലയ്ക്ക് വേണ്ടി അടുത്ത ഒരു തലത്തിലേക്ക് അവരെ നയിക്കുക. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ദൈവിക പദ്ധതിയിലേക്ക് അവരെ ദൈവം ഒരുക്കുകയാണ്. അതിൽ കൂടി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു അസംബ്ലി ഓഫ് ഗാഡ്, അതായത് ദൈവത്തിന്റെ ഒരു വിശുദ്ധ ഗണത്തെ അതിൽ കൂടെ വിളിച്ച് വേർതിരിക്കുക. ഇതിലൂടെ മിസ്റ്ററി റെവലേഷൻ അല്ലെങ്കിൽ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താലുള്ള വിടുതലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇവരിൽ കൂടെ നടന്ന ശുശ്രൂഷയാണ് പോളിന്റെ മിഷണറി യാത്ര 1 മുതൽ ആരംഭിക്കുന്നത്. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് പറയുന്ന പോലെ പോൾസിയൻസ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുകയാണ്. അന്ന് അന്ത്യോക്യയിൽ അവർ പ്രസംഗിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവർ ക്രിസ്തു മാത്രം, അതാണ് അതിന്റെ ബേസ്. പക്ഷെ അതിന്റെ ഒരു അടുത്ത റെവലേഷനിലേക്ക് അവർ വന്നിട്ടില്ല. ഇതാണ് 4ാമത്തെ ഗ്രൂപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിനുശേഷമുള്ള അടുത്തൊരു ഗ്രൂപ്പാണ് ജാതികൾ. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർ അർത്തമീസിനെയും അശേരായെയും തമ്മൂസിനെയും അസ്റ്റാർട്ടിയെയും ഒക്കെ ആരാധിച്ച്, അഫ്രഡൈറ്റിസിനെ ഒക്കെ ആരാധിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ജാതീയ ജനങ്ങൾ. ഇങ്ങനെ 5 കൂട്ടരാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. ഒന്ന് യഹൂദന്മാരാണ്, അത് മശിഹായെ തിരഞ്ഞുകൊണ്ടിരുന്നവർ. 2 ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടം എന്ന് പറയുന്ന യഹൂദരിൽ നിന്ന് തന്നെ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചവരും കർത്താവ് പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷനും മോശ കൊടുത്ത നിയമങ്ങളും അതുപോലെ തന്നെ സെർമൺ ഓഫ് ദ മൗണ്ടും ഒക്കെ ഫോളോ ചെയ്ത് പത്രോസും 12 ശിഷ്യന്മാരാൽ നയിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ്. എന്നാൽ അതിൽ നിന്ന് അടുത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. യേശു ക്രിസ്തുവിൽ കൂടെ തന്നെ രക്ഷ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ, മനസ്സിലായോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ന്യായപ്രമാണമോ പരിച്ഛേദനയോ പൗരോഹിത്യമോ ഒന്നുമല്ല കാര്യം. യേശുവാണ് സകലത്തിലും വിഷയം. ക്രൈസ്റ്റ് സെന്റേർഡ് ക്രൈസ്ത്യൻസ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോമായി. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ തുടർമാനമായിട്ട് ചിന്തിച്ചു വരുമ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെ അടുത്ത ലെവൽ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് ഇത് കുറെ കൂടെ മനസ്സിലാകും. എന്നാൽ ആ ക്രൈസ്ത്യൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവ് അതിന്റെ ലീഡേഴ്സ് ആയിരുന്ന പോളിനെയും ബർന്നബാസിനെയും വിളിച്ച് വേർതിരിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അടുത്ത ഒരു തലത്തിലേക്ക് അവരെ നയിക്കുകയാണ്. അതാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതി അവിടെ ആരംഭിക്കുകയാണ്. ഈ ലിറ്റിൽ ഫ്ലോക്സിന്റെ അടുത്ത ഒരു തലമായിരുന്നു ക്രൈസ്ത്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടത്. എന്നാൽ അതിൽ നിന്നും അടുത്ത ഒരു ലെവലിലേക്ക്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നൊരു റെവലേഷനിലേക്ക് ദൈവം അവരെ നയിക്കുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ പിന്നീട് വെളിപ്പെട്ട ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയും 13 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ആ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു ജനറൽ ഗ്രൂപ്പാണ് ജാതികളായിരിക്കുന്ന ജനം. അവർക്ക് ദൈവവും ദേവനൊന്നുമില്ല. അവരെയാണ് വൈൽഡ് ഒലിവ് അല്ലെങ്കിൽ കാട്ടൊലിവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിലയിലായിരിക്കുന്ന ജാതീയ ജനങ്ങൾ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇവിടുത്തെ ആ 3ാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ക്രൈസ്ത്യൻസ്, ഇവരിൽ നിന്നാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിശ്വാസം ആരംഭിക്കുന്നത്. ഇവരാണ് ആ ക്രിസ്ത്യാനിറ്റിയുടെ പിന്തുടർച്ച പിന്നെ കൊണ്ടുപോകുന്നത്. അവരെയാണ് ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ്. കാര്യം സിറിയയിൽ നിന്ന് ആരംഭിച്ചതായതുകൊണ്ടാണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്. ആ സിറിയയിൽ നിന്ന് വന്നുകൊണ്ടാണ് സീറോ മലബാർ, സിറിയൻ ക്രിസ്ത്യൻ, സിറിയൻ ഓർത്തഡോക്സ്, സുറിയാനി എല്ലാം അവിടുന്ന് വരുന്നത് കൊണ്ടും അവിടുന്നുള്ള കണക്ഷനാണ്. ആ സിറിയൻ ഓർത്തഡോക്സ് റൂട്ടിലാണ് പിന്നീട് കാര്യങ്ങൾ നടക്കുന്ന മുഴുവനും. ഇന്നത്തെ ചൊല്ലും എല്ലാം സുറിയാനിയിൽ വരാൻ കാര്യം ഇതുകൊണ്ടാണ്, ഇവിടെ നിന്ന് ആരംഭിച്ചത് കൊണ്ടാണ്. സിറിയയിലെ അന്ത്യോക്യ കേന്ദ്രമായി ആരംഭിച്ചതാണ് ക്രിസ്ത്യാനിറ്റി എന്ന ഈ മൂവ്മെന്റ്. അനേക പ്രതികൂലങ്ങളിലൂടെ, പീഡനത്തിലൂടെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സഭ കടന്നു പോകാനായിട്ട് ഇടയായി. എന്നാൽ ഇതിലേക്ക് അനേക ജാതികൾ ആകർഷിക്കപ്പെടുവാനായിട്ടിടയായി. തുടക്കത്തിൽ യഹൂദന്മാരും ഗ്രീക്ക് യഹൂദന്മാരുമാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചതെങ്കിലും പിന്നീട് മോശയുടെ ന്യായപ്രമാണമോ അല്ലെന്നുണ്ടെങ്കിൽ സെറിമോണിയൽ ലോയോ സിവിൽ ലോയോ ഒന്നും ഫോളോ ചെയ്യേണ്ട, ഇവിടെ യേശു തന്നെ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ആരാധന ആയത് കാരണം ആർക്കും രക്ഷിക്കപ്പെടാം. അത് കുറെ കൂടെ ഓപ്പൺ ആവുകയും അതിലേക്ക് അനേക ജാതികൾ ആകർഷിക്കപ്പെടുകയും ഒത്തിരി പേര് കൂട്ടക്കണക്കിന് കൂട്ടത്തോട് ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാനും ഇടയായി. എന്നാൽ എങ്ങനെ അവർ വിശ്വാസത്തിലേക്ക് വന്നു, അതുപോലെ തന്നെ അവർക്ക് പീഡനങ്ങളും ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഗ്രൂപ്പ് ഉണ്ടായി. ഇവിടെ ഞാൻ ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക. കാര്യം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വളരെ ഒഫൻസീവായിട്ട് എടുക്കും. കേൾക്കുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. ചോദ്യം ഇതാണ്: ഇവരെ ആര് വളർത്തി,
എന്തിനു വളർത്തി? ആ രണ്ട് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വിടുകയാണ്. കാര്യം പാരലായിട്ട് ഒരു സംഗതി ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പോളിനെയും ബർന്നബാസിനെയും വിളിച്ച് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലയളവ് ആരംഭിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക പദ്ധതി, സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി ഓപ്പണാക്കി ആ ഒരു സഭയുടെ സ്ഥാപനം, ലോക്കൽ ചർച്ചുകൾ ആരംഭിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രവർത്തനം ഫുൾ സ്വിങ്ങിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പാരലായിട്ട് ഈ തുടങ്ങിയ പദ്ധതിയും അങ്ങനെ വളർന്നുകൊണ്ടേ പോയി. അവിടെ ഒത്തിരി പേർ ആകർഷിക്കപ്പെടുവാനും ഒത്തിരി പേർ ആ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാനിടയായി. അവരെ ആരാണ് വളർത്തിയത്? അവരെ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തിയത്? ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുക, ആരായിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അവർക്ക് വളരാനുള്ള മണ്ണ്, ആ വളക്കൂറുള്ള മണ്ണ് ഒരുക്കി കൊടുത്തതും അവിടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുവാനും ഒക്കെ അവരെ സഹായിച്ചത് ഏത് ശക്തിയാണ് എന്ന് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. ഇവിടെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആരംഭം. ഈ ലൈനിലാണ് സഭാ പിതാക്കന്മാർ എന്നറിയപ്പെടുന്നവർ വരാൻ തുടങ്ങിയത്. അതായത് പോളികാർപ്പ്, ക്ലെമന്റ്, ഇഗ്നേഷ്യസ്, അത്തനേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിയർ, അഗസ്റ്റിൻ, ക്രിസോസ്റ്റം, ഇതുപോലൊക്കെയുള്ള സഭാപിതാക്കന്മാർ. ആദ്യ നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരല്ല, ആദ്യ നൂറ്റാണ്ടിൽ 12 ശിഷ്യന്മാരുടെ നേതൃത്വത്തിലും ഏകദേശം 95-100 കാലയളവിൽ യോഹന്നാൻ അപ്പോസ്തലൻ വരെ അന്ന് വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യ നൂറ്റാണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനിറ്റി, ഞാൻ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് വിചാരിക്കല്ല. ആ ക്രിസ്ത്യൻസ് എന്ന് പേര് വീണ ഗ്രൂപ്പ് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് അടുത്ത ഒരു തലത്തിലേക്ക് പോയ കാര്യങ്ങൾ എങ്ങനെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത് വരുന്ന അധ്യായങ്ങൾ മുഴുവൻ പഠിക്കും. ഈ 12-ാം അധ്യായത്തിലോട്ട് കയറി കഴിഞ്ഞ് 13-ലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ മുതൽ പിന്നെ നമ്മൾ മുഴുവൻ പഠിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചോ അന്ത്യോക്യയിൽ ആരംഭിച്ച ആ പ്രസ്ഥാനത്തിന് പിന്നെ എന്ത് സംഭവിച്ചോ എന്നുള്ളതിൻ്റെ ഒരു ട്രേസബിലിറ്റി നമുക്ക് കിട്ടത്തേ ഇല്ല. എന്നാൽ ദൈവം ആരംഭിച്ച ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പദ്ധതി നമുക്ക് പിന്നെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ന് അവിടെ ആരംഭിച്ചതും പാരലായിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക ഉപദേശത്തിന് പാരലായിട്ട് വളർന്നു വന്ന ഈ പദ്ധതിയെ ആര് വളർത്തി, എന്തിനു വേണ്ടി വളർത്തി എന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ വിടുക. ഈ പോളികാർപ്പ്, ക്ലെമന്റ്, ഇഗ്നേഷ്യസ്, അഗസ്റ്റിൻ, ജസ്റ്റിൻ മാർട്ടിയർ, അത്തനേഷ്യസ് എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസോസ്റ്റം എന്നൊക്കെ പറയുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ഇവരൊക്കെ ആ ലൈനിൽ വരുന്നവരാ. ഇവർക്കൊക്കെ പോളൈൻ റെവലേഷനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? എത്രമാത്രമാണ് പോളൈൻ റെവലേഷനും പോളിൽ കൂടെ വെളിപ്പെട്ട ക്രൂശിലൂടെ ഒഴുകിയ മഹത്വവും ഇവർക്കൊക്കെ മനസ്സിലായിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. ചില പടങ്ങളൊക്കെ അടുത്ത ആഴ്ചയിൽ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അത് വെളിപ്പെടാതിരിക്കുവാൻ അതിനെതിരായിട്ട് തിരിഞ്ഞിരുന്ന ശക്തികൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ക്രൂശ് വെളിപ്പെടാതിരിക്കുവാൻ, ക്രൂശിലൂടെയുള്ള രക്ഷാമാർഗം വെളിച്ചം കാണാതിരിക്കാൻ, അതിനെതിരായിട്ട് പാരലായിട്ട് നമുക്ക് വേണ്ടുന്നതൊക്കെ തന്ന് തൃപ്തിപ്പെടുത്തി നിർത്തുന്ന ഒരു ശക്തി അന്നും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇനി ഞാൻ ചില കാര്യങ്ങൾ ഇന്റർനെറ്റിൽ നിന്നുള്ള ചില കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് കാണിച്ച് ആ വിഷയം ഒരു അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോകുക. ടൈം ലൈൻ ഓഫ് ക്രിസ്ത്യൻ ഹിസ്റ്ററി, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തീയ സഭയുടെ ടൈം ലൈൻ അല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ആരംഭിച്ച് എങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ആർക്കെന്തു പറ്റി എന്നൊക്കെയുള്ള വിഷയം ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. ഞാനിത് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. നിറയെ ഇതേ സംഗതി തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ടൈം ലൈൻ ഓഫ് ക്രിസ്ത്യൻ ഹിസ്റ്ററി. ആദ്യത്തെ മേലത്തെ ബോക്സിൽ എഴുതിയിരിക്കുന്ന വൺ ഹോളി കാത്തലിക് അപ്പസ്റ്റോലിക് ചർച്ച്, ദ ഓർത്തഡോക്സ് ചർച്ച്. കണ്ടോ? ഇവിടാണ് ഓർത്തഡോക്സ് ചർച്ച് ആരംഭിക്കുന്നത്. അതിനെ ദ വൺ ആൻഡ് ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോലിക് ചർച്ച് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ദ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഓർത്തഡോക്സ് റൂട്ട് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ചർച്ച്. AD 33 പെന്തക്കോസ്ത് നാൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി. പെന്തക്കോസ്ത് ലോകത്തിലേക്ക് വന്നു. ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടായി. അതാണ് 33. 49 കൗൺസിൽ അറ്റ് ജെറുസലേം. ഇതിന്റെ ഒരു നാൾ വഴികളെ കുറിച്ചാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രിസ്തീയ മാർഗത്തിന്റെ, ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല, ക്രിസ്തീയ മാർഗം എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റി. ഞാൻ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യഹൂദനും ക്രിസ്ത്യനും രണ്ട് ഗ്രൂപ്പായിട്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഇത് യഹൂദിയ മാർഗമാണ്, ഇത് ക്രിസ്തീയ മാർഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ക്രിസ്തീയ മാർഗത്തിൽ 99%
ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക ഉദ്ദേശത്തിലുള്ള ക്രിസ്ത്യാനികളല്ലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കല്ലാതെ ഒരു 2-3 ഗ്രൂപ്പിനെ എപ്പോഴും പറയുമ്പോൾ അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ മനസ്സിലാകാനായിട്ട് യഹൂദനും ക്രിസ്ത്യാനിയും എന്ന് പറയുന്നത്. അല്ല, ക്രിസ്ത്യാനികളെല്ലാം ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാണെന്നോ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമെന്നോ അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഞാനിപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതെങ്ങനെ നടന്നു എന്നുള്ളതാണ്. 49 AD 49 AD 50 അതായത് കർത്താവിനെ 33 ക്രൂശിച്ചു. അതിൻ്റെ 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 17 വർഷം അല്ലെങ്കിൽ 16 വർഷം കഴിഞ്ഞിട്ട് കൗൺസിൽ അറ്റ് ജെറുസലേം. ഇവിടെ 16 വർഷം കഴിഞ്ഞിട്ട് യെരുശലേം കൗൺസിൽ നടക്കുക. എന്തിന്? ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. 16 വർഷം കഴിഞ്ഞിട്ട് പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. പിറ്റേ ദിവസം ശിഷ്യന്മാരെല്ലാം ലോകമെമ്പാടും പോയി ശിഷ്യന്മാരെ അവരെല്ലാം ക്രിസ്ത്യാനികളാക്കിയെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നിടത്ത് 16 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു കൗൺസിൽ കൂടുന്നത് ഇവിടെ. ഓക്കെ, ഇതൊക്കെ നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ വരുമ്പോൾ കൂടുതൽ പഠിക്കും. 15-ാമത്തെ അധ്യായത്തിൽ ഈ ക്രിസ്ത്യൻ കൗൺസിലാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. 70 AD 70 ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ആസ് ഫോർ ടോൾഡ് ബൈ ക്രൈസ്റ്റ്. AD 70 യെരുശലേമിന്റെ നാശവും യെരുശലേം ദേവാലയം തകർക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. 95 ബുക്ക് ഓഫ് റെവലേഷൻ റിട്ടൺ, അതായത് വെളിപ്പാട് പുസ്തകം എഴുതിയത് AD 95. 150 ആ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിലാണ് ഈ നിൽക്കുന്നത്. ഇവിടെ ഒന്നും പോൾ വരുന്നില്ല, അല്ലെങ്കിൽ പോളിൽ കൂടെ വെളിപ്പെട്ട ആ ഒരു സ്വർഗീയ മർമ്മം ഇവിടെ വെളിപ്പെടുന്നില്ല. ഇങ്ങനൊരു സംഗതി പാരലായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുക, ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. 150 ജസ്റ്റിൻ മാർട്ടിയർ ഡിസ്ക്രൈബ് ദ ഡിവൈൻ ലിറ്റർജി. ജസ്റ്റിൻ മാർട്ടിയർ എന്ന് പറഞ്ഞ സഭാപിതാവ് സഭ ആരാധനക്രമം ഉണ്ടാക്കി. ഇവിടെ ആരാധനയ്ക്ക് പോകുമ്പോൾ എന്ത് പറയണം, എന്ത് പാടണം, പള്ളിയിൽ എന്ത് ചെയ്യണം എന്നുള്ള, എങ്ങനെയാണ് നിങ്ങൾ ആരാധന നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ആരാധനക്രമം, ഇതാണ് ഡിവൈൻ ലിറ്റർജി. ജസ്റ്റിൻ മാർട്ടിയർ 215 മുതൽ 290 വരെ. റൈസ് ഓഫ് ക്രിസ്ത്യൻ സ്കൂൾസ് ഇൻ അലക്സാൻഡ്രിയ ആൻഡ് അന്ത്യോക്യ. ഇത് മുഴുവൻ അലക്സാൻഡ്രിയയിലും അന്ത്യോക്യയിലും ക്രിസ്ത്യൻ സ്കൂളുകൾ, അതായത് സൺഡേ സ്കൂളുകൾ, മറ്റുള്ള സ്കൂളുകൾ, കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ചെറിയ പിള്ളേരെ, കുട്ടികളെ മുതലേ ഈ ഒരു കാര്യത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് കംപ്ലീറ്റ് ആ ഒരു റൂട്ടിൽ കൂടെ അവരെ വളർത്തിക്കൊണ്ടുവരിക. നമ്മൾ പ്ലെയിൻലി ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെന്താണ് തെറ്റ്, ക്രിസ്ത്യാനിറ്റി അങ്ങനല്ലേ വളർന്നെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരു സംഗതി നടക്കുന്നുണ്ട്. ദൈവിക ഉദ്ദേശം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് 2 പേരെ വിളിച്ച് വേർതിരിച്ച് അത്ഭുതവും അവരിൽ കൂടെ ഭയങ്കര ദൈവിക പ്രവൃത്തി നടക്കുന്നുണ്ട്. അത് ഈ ലൈനിൽ എങ്ങും വരുന്നില്ല. 325 ഫസ്റ്റ് എക്യൂമെനിക്കൽ കൗൺസിൽ, അതായത് നൈസിയൻ ക്രീഡ്, നിക്കിയ കൗൺസിൽ ഇവിടെ കൂടുകയാണ്. നിക്കിയ കൗൺസിൽ കൂടിയിട്ട് എങ്ങനെ ആരാധിക്കണം, എങ്ങനെ തീരുമാനിക്കണം, ഏരിയനിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെ ഖണ്ഡിക്കണം, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഫസ്റ്റ് എക്യൂമെനിക്കൽ കൗൺസിൽ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് 326 എംപ്രസ് ഹെലൻ ഡിസ്കവേഴ്സ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. പിന്നെ ഈ ചരിത്രങ്ങൾ 397 സിനഡ് ഓഫ് കാർത്തിയേജ്, 459 കൗൺസിൽ ഓഫ് ഷാൽഡിയൻ, ഇങ്ങനെല്ലാം വരിക. ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കാണാം എന്താ നടന്നതെന്നുള്ളത്. 1054 ഏകദേശം 1000 വർഷം കഴിഞ്ഞപ്പോൾ റോമൻ കാത്തലിസിസം എന്ന് പറയുന്ന മാർഗം ആരംഭിക്കുക, റോമൻ കത്തോലിക്ക സഭ. ഇതിനു മുമ്പുണ്ടായിരുന്നത് ഓർത്തഡോക്സ് ആണ്. ഇത് ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സി, സിറിയയിൽ നിന്ന് ആരംഭിച്ച ഈസ്റ്റേൺ ഓർത്തഡോക്സ്, അന്ത്യോക്യയിൽ ടു ബി പ്രിസൈസ് പോളും ബർന്നബാസും ഒക്കെ കൂടി വന്നിരുന്ന ആ സഭയിൽ നിന്ന് ആരംഭിച്ചതാണ്. അത് ആ വഴിക്ക് അങ്ങനെ വന്ന് 1054 റോമൻ കാത്തലിസിസം ആരംഭിക്കുക, റോമൻ കത്തോലിക്ക സഭ ഇവിടുന്ന് ആരംഭിക്കുക. ആ റോമൻ കത്തോലിക്ക സഭ അവിടെ നിന്നും അത് പുറമോട്ട് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ നേരെ വരുന്ന അതേ ലൈൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ, സാക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. ടർക്ക് ഓവർ റൺ കോൺസ്റ്റാന്റിനോപ്പിൾ, പാത്രിയാർക്ക് ഇൻ റഷ്യ, ഒത്തിരി കാര്യങ്ങൾ ആ ലൈനിൽ കാണാൻ പറ്റും. എന്നാൽ ഈ റോമൻ കാത്തലിസിസം ആരംഭിച്ചതിന് ശേഷം ആ ഒരു പച്ച ലൈൻ കണ്ടോ, ആ ഒരു ഒലിവ് ഗ്രീൻ, അത് താപ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാം 1455 വരുമ്പോൾ ഗുട്ടൻബർഗ് പ്രിന്റ് ദ ബൈബിൾ ഗുട്ടൻബർഗ് എഴുതിയ ബൈബിള് പ്രിന്റ് ചെയ്യും. ഇപ്പോഴാണ് ഒരു ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് മുഴുവനും എഴുതി കൊടുത്തിരിക്കുന്ന ലിറ്റർജി ഉണ്ട്, അത് പഠിക്കാനും വായിക്കാനേ പറ്റത്തുള്ളൂ. ബൈബിളിൽ എന്താ എഴുതിയേക്കുന്നത് നോക്കാൻ പോലുള്ള അധികാരമില്ല. ഗുട്ടൻബർഗ് ഒക്കെ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ നടന്ന ചരിത്രം ഞാൻ ഒരു ദിവസം ക്ലാസ് ആയിട്ട് എടുക്കാം. നിർത്തി ഫയർ ചെയ്യുകയും കൊന്ന് കരിച്ചു കളഞ്ഞ് കുഴിച്ചിട്ടിട്ട് ആ എല്ലും മുട്ടവും പറക്കിയെടുത്ത് വീണ്ടും കത്തിച്ചു കളയുന്ന രീതിയിലുള്ള ആക്രമണമാണ് ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസം നമുക്കൊരു ക്ലാസ് എടുക്കാം, കൂടുതൽ ചിന്തിക്കാം. ഇത് കണ്ടില്ലയോ, 1517 ലൂതറൻ തെസീസ്, അതായത് റീഫോർമേഷൻ ആരംഭിക്കുക, പ്രൊട്ടസ്റ്റന്റ്. ഇവിടെ വെച്ചാണ് പ്രൊട്ടസ്റ്റന്റലിസം ആരംഭിക്കുന്നത്.
അവർ ഈ റോമൻ കത്തോലിക് വിശ്വാസത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യുക. അങ്ങനെ പ്രൊട്ടസ്റ്റന്റിസം ആരംഭിച്ചു. അങ്ങനെ മാർട്ടിൻ ലൂതറാണ്, അദ്ദേഹം എഴുതിയ 1517 അദ്ദേഹം എഴുതിയ ആ ഒരു തെസീസ് ജർമ്മനിയിലെ വിറ്റൻബർഗ് ആ പള്ളിയുടെ മെയിൻ ഡോറിൽ തറയ്ക്കുകയും അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തൊരു വലിയ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായി. ആ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ഭാഗമായിട്ടാണ് 1529 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫോം ആകുന്നു. 1729 മെത്തോഡിസ്റ്റ് ചർച്ച്, 1845 ബാപ്റ്റിസ്റ്റ് ചർച്ച്, 1916 പെന്തക്കോസ്റ്റ് ചർച്ച്, 2005 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ആയിട്ട് പിരിയുന്നു. ഇതാണ് ക്രിസ്ത്യൻസിന്റെ ഒരു നാൾ വഴി. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ചരിത്രം പറയുന്നത്. ഇത് എവിടെ നിന്ന് ആരംഭിച്ചു, എങ്ങനെ ആരംഭിച്ചു, ഇതിനകത്തിൽ എത്രമാത്രം ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ വിശ്വാസമുണ്ട്, പൗലോസ് അപ്പോസ്തലന് കിട്ടിയ ആ സ്വർഗീയ വെളിപ്പാട് സ്വർഗത്തോളം കൊണ്ടുപോയി കാണിച്ചിരിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത് അത് അപ്പോസ്തലന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയും സഭയിൽ അന്യഭാഷകളിൽ സംസാരിച്ച് അത് വെളിപ്പെടുത്തുക. ആ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല എന്നൊക്കെ പറയുന്ന വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഒരു ലൈനും ഈ ഒരു റൂട്ടും ഈ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഉപദേശം ഒരു സൈഡിൽ കൂടെ ശക്തമായി ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ലെവലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലലി ഇങ്ങനൊരു സംഗതി പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി. ക്ലമന്റും പോളികാർപ്പും ഇഗ്നേഷ്യസും അഗസ്റ്റിനും ഒക്കെ ആയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഷാഡോ എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒറിജിനലിന്റെ കൂടെ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാണും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താൻ അതുപോലെ ആ സത്യത്തിലേക്ക് വരാതിരിക്കാൻ തിമോത്തിയോട് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയാണ്. സത്യമാർഗത്തിലേക്ക് വരാതിരിക്കാൻ എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ക്ലെവറായിട്ട് നമ്മൾ എങ്ങനെ അതിനകത്തിൽ നിന്ന് തെറ്റിക്കുവാൻ കഴിയും? ഇത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാര്യം ദൈവത്തിന്റെ അത്ഭുതം നടക്കുക. പാരലലി വേറൊരു സംഗതി അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒത്തിരി പേരെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആ മഹത്വം മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം ആ സകല സുഖങ്ങളും സൗകര്യങ്ങളും ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും കൊടുത്ത് അതിനെ അങ്ങനെ പാരലായിട്ട് തഴച്ച് വളർത്തിക്കൊണ്ടുവരും. അതിലേക്ക് ജനം അട്രാക്ട് ചെയ്യും. ഇന്ന് ഞാനും നിങ്ങളും ഈ ഒരു സുവിശേഷം പറഞ്ഞിട്ട് എത്ര പേര് ഇതിൽ കേൾക്കാനുണ്ട്? എത്ര പേരെ നിങ്ങളെ ക്ഷമയോട് ശ്രദ്ധിക്കാനുണ്ട്? പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ പാരലായിട്ട് വേറെ പല സംഗതികൾ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുക. അതിനെ ആരാണ് വളർത്തുന്നത്? ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ രക്ഷപ്പെടാൻ. ആ മാർഗമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതല്ലാതെ വേറൊരു മാർഗത്തിനെ ഇവിടെ തഴച്ച് വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആർക്കാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. ഞാനത് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഉപദേശത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ് കുറഞ്ഞു പോകുവാനായിട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പരിജ്ഞാനത്തിനും നിങ്ങളുടെ അറിവിനും നിങ്ങൾക്കത് ദൈവം വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസറുകൾ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള സമയം അനുവദിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ നിന്ന് കാണിച്ച് തൽക്കാലം നിർത്താനായിട്ട് പോവുകയാണ്. കാര്യം നമ്മുടെ മുന്നിൽ ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടന്നാൽ ഒരു പക്ഷേ എനിക്ക് തീർക്കാനായിട്ട് കഴിയത്തില്ല. ഇത് കണ്ടില്ലേ, 33 പെന്തക്കോസ്റ്റ് നാളിൽ എന്താ നടന്നത്? ദ ഹോളി സ്പിരിറ്റ് ഡിസെൻഡ്സ് ഓൺ ദ അപ്പസ്റ്റൽസ് ആൻഡ് ഗീവ് ബർത്ത് ടു ദ ചർച്ച്. ഇതാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. ഗീവ് ബർത്ത് ടു ദ ചർച്ച്. ഏത് ചർച്ചിനാണ് ഇവിടെ ബർത്ത് കൊടുത്തതെന്നുള്ളത് നമുക്ക് പിടിയില്ല. ഇവിടെ വിശുദ്ധന്മാർ സഭയോട് ചേർന്നു എന്നുള്ളത് ശരിയാ. ഒരു ചർച്ചും അവിടെ സ്ഥാപിച്ചിട്ടില്ല. 33 മുതൽ 100 വരെ നോൺ ആസ് ദ അപ്പസ്റ്റോലിക് ഏജ്. കറക്റ്റാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ സ്തേഫാനോസിനെ എറിഞ്ഞു വന്ന് പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം ആ ഒരു വിഷയം കൈവിടുകയും അതിനുശേഷം AD 100-ന്റെ AD 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി അത് പൂർണ്ണമായിട്ട് ഡിമിനിഷ്ഡ് ആയി പോവുകയും ഫെയ്ഡഡ് ഓഫ് ആയി പോവുകയും ചെയ്തിരിക്കുക. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ദ ചർച്ച് ത്രൂ ഔട്ട് ദ റോമൻ എംപയർ ആൻഡ് ബിയോണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ പറയുന്നതാണ്. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ദ ചർച്ച്. നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഇതൊരു സത്യമാർഗം ഇത്ര റാപ്പിഡായിട്ട് സ്പ്രെഡ് ആകുമെന്ന്? അത് റോമൻ എംപയറിലും ബിയോണ്ട്. യേശു ക്രിസ്തു ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞിരിക്കുക.
അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആ മാർഗത്തിൽ കൂടെ റാപ്പിഡ് ഗ്രോത്ത് റോമൻ എംപയറിൽ മുഴുവനും ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ പുറകിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. 45 മുതൽ 80 വരെ എല്ലാവരെയും ഒന്ന് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ്, പീറ്റർ, ജെയിംസ്, ജോൺ, അതുപോലെ ജൂഡാസ് റൈറ്റ് ദെയർ എപ്പിസ്റ്റൽസ്. ഗോസ്പൽ ഓഫ് മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക് ആർ റിട്ടൺ. ഈ കാലഘട്ടത്തിലാണ്. ശരിയാ, പൗലോസ് അപ്പോസ്തലനെ AD 40 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ശരിക്കും താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 62-65 താൻ മാർട്ടിയറായിട്ട് വധിക്കപ്പെടുകയാണ്. 49 കൗൺസിൽ അറ്റ് ജെറുസലേം. ഇതാണ് ആദ്യ ക്രിസ്ത്യൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന കൗൺസിൽ അറ്റ് ജെറുസലേം. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15. എസ്റ്റാബ്ലിഷസ് പ്രസിഡന്റ് ഫോർ അഡ്രസ്സിംഗ് ചർച്ച് ഡിസ്പ്യൂട്ട് ഇൻ കൗൺസിൽ. ഇവിടെ ജെയിംസ് പ്രിസൈഡ്സ് ആസ് ബിഷപ്പ്. അത് യാക്കോബ് അപ്പോസ്തലനാണ് അവിടുത്തെ ബിഷപ്പ്. ഈ യാക്കോബ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന്റെ സഹോദരന്, 12 പേരുടെ കൂട്ടത്തിലുള്ള ആളല്ല. അദ്ദേഹം എങ്ങനെയാണ് ഇതിന്റെ ബിഷപ്പ്? അതായത് 12 പേരുടെ മേലെയാണ് ഇപ്പോൾ അദ്ദേഹം. കർത്താവിന്റെ സഹോദരനാണെങ്കിലും കർത്താവിനെ പിൻഗമിച്ചിരുന്ന ആളല്ല. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ആളല്ല. 12ാമത്തെ അധ്യായത്തിൽ യാക്കോബിനെ വധിക്കുക. ഈ 15ാമത്തെ അധ്യായത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കൗൺസിൽ ചെയർ ചെയ്യുന്നത് ജെയിംസ് ആണ്. ഗ്രാജുവലി സൺഡേ കോൾഡ് ദ ലോർഡ്സ് ഡേ റീപ്ലേസ് ദ സബത്ത് ആസ് ദ ഡേ ഓഫ് വർഷിപ്പ്. തുടർമാനമായിട്ട് റോമൻ എംപയറിൽ ഈ കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ശബത്തിന്റെ ആരാധന സൺഡേയിലേക്ക് മാറുവാനായിട്ട് ഇടയായി. ആക്ച്വലി ഇതൊക്കെ AD 300 അടുത്താണ്. അതായത് കോൺസ്റ്റന്റൈൻ ആ സമയത്ത് ജാതികൾ കൂട്ടത്തോട് യഥാ രാജ തഥാ പ്രജ എന്ന രീതിയിൽ അവർ ക്രിസ്ത്യാനികളായിട്ട് മാറി. അന്നുണ്ടായിരുന്ന പാഗൻ വിശ്വാസത്തിലുണ്ടായിരുന്നവരൊക്കെ സണ്ണിനെ ആരാധിച്ചു, അതായത് സൂര്യദേവനെ ആരാധിച്ചു നിന്നവരൊക്കെ ആ സൺഡേ ക്രിസ്ത്യാനിയുടെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. കാര്യം ഇതെല്ലാം ആരാധനാ ദിവസമായി മാറി. അങ്ങനെ സൺഡേ ക്രിസ്ത്യാനിയുടെ വിശുദ്ധ ദിവസമായി മാറി. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ആരുടെ കരങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് വിട്ടുതരിക. സെവറൽ നോസ്റ്റിക് സെക്ട്സ് അപ്പിയർ വിച്ച് അറ്റംപ്റ്റ്സ് ഇൻ ഇൻഫിൽട്രേറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ്. അതായത് ജ്ഞാനവാദികൾ, ഒത്തിരി നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശമായത്, അവര് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുവാനായിട്ട്, നുഴഞ്ഞു കയറുവാനായിട്ട് ഇടയായി തീർന്നു. 60 മുതൽ 180 വരെയുള്ള കാലങ്ങളിൽ. 64 മുതൽ 67 വരെ പെർസിക്യൂഷൻ ഓഫ് ക്രിസ്ത്യൻസ് ഇൻ റോം അണ്ടർ എംപറർ നീറോ ചക്രവർത്തിയുടെ കാലത്തിൽ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് പെർസിക്യൂഷൻ ഉണ്ടായി, കഷ്ടങ്ങളുണ്ടായി. ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ അവർ കടന്നുപോയി. അവരെ ഉപദ്രവിച്ചു, അവരെ കൊന്നുകൂട്ടി, അവരെ തീ വെച്ചു, അവരെ വലിയ രീതിയിൽ ഉപദ്രവിച്ചു. ഇതൊക്കെ സാത്താൻ അറിയാം ആരെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് വിശ്വാസ യോഗ്യത വർദ്ധിപ്പിക്കുവാൻ കഴിയും. അതൊക്കെ നമ്മൾ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ ലെവലിൽ ആ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. വേണ്ടുന്നിടത്ത് കഷ്ടതകൾ കൊടുക്കാനും സൗകര്യവും ധനവും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടടുത്ത് അതൊക്കെ കൊടുക്കാനും നമ്മളെക്കാൾ അറിയാവുന്ന ആളാണ്. നമ്മുടെ ചിന്താധാരയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അവൻ ജ്ഞാന സമ്പൂർണന. ഓടുന്ന പട്ടിക്ക് 1 മുഴം മുന്നേ എറിയണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് അവൻ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാം. ബിഷപ്പ് ഇഗ്നേഷ്യസ് കോൺസിക്രേറ്റഡ് ഇൻ ആന്റിയോക്ക് ഇൻ ഹാർട്ട് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് എറ. അതായത് ഇവിടെ ബിഷപ്പ് ഇഗ്നേഷ്യസിനെ AD 69 ഈ ബിഷപ്പ് ഇഗ്നേഷ്യസിന് പൊളൈൻ റെവലേഷനെ കുറിച്ച് എന്ത് അറിവാണുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എന്താ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടുന്നത്? സെയിൻറ്റ് പീറ്റർ ഹാഡ് ബീൻ ദ ഫസ്റ്റ് ബിഷപ്പ് ദെയർ. അതായത് സിറിയയിലെ അവിടുത്തെ ഫസ്റ്റ് ബിഷപ്പായിട്ട് പിന്നെ മാറിയത് പത്രോസ് അപ്പോസ്തലനാണെന്നും അതർ ഏർലി ബിഷപ്സ് ഇൻക്ലൂഡ് ജെയിംസ്, പോളികാർപ്പ് ആൻഡ് ക്ലെമന്റ്. ഇവരൊക്കെ അന്ത്യോക്യയിലെ ബിഷപ്പുമാരായിരുന്നു ആദ്യകാലത്തെ ക്രിസ്ത്യാനിറ്റിയിൽ. ഒത്തിരി കാണിക്കാനുണ്ട്. നിങ്ങൾ തന്നെ ഇതൊന്ന് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിടാം, നിങ്ങൾക്ക് ഒന്ന് പോയി കാണാനായിട്ട്. ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇത് നാൾ വഴികളാണ്. പെർസിക്യൂഷൻ ഓഫ് ക്രിസ്ത്യൻസ് അണ്ടർ എംപറർ ഡൊമീഷ്യൻ കൈസറുടെ കാലത്തുണ്ടായ ക്രിസ്തീയ മാർഗത്തിലുണ്ടായ കഷ്ടപ്പാടുകൾ. ഇത് 110 മുതലാണ്. ഇഗ്നേഷ്യസ് ബിഷപ്പ് ഓഫ് ആന്റിയോക്ക്. ഇവിടൊക്കെ ഞാൻ ഇതുകൊണ്ട് നിങ്ങളോട് കാണിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ട ആ ഒരു ക്രിസ്തീയ മാർഗം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാക്കി അതിനുവേണ്ടി നിൽക്കാൻ, നെഞ്ചും നെറ്റിയും കാണിച്ച് നിൽക്കാൻ ആണത്തമുള്ള ആരെങ്കിലും ക്രിസ്ത്യാനികൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ കൃപ ലഭിച്ചവർ, ബഹളം വയ്ക്കുന്നവരല്ല. ട്രഡീഷൻ പറഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് പഠിപ്പിച്ചു എന്ന് പറയുന്നവരല്ല. പിതാക്കന്മാർ പഠിപ്പിച്ചതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതും ബൈബിളുമായിട്ട്, പൊളൈൻ റെവലേഷൻ 13 ലേഖനങ്ങളുമായിട്ട് എത്രമാത്രം മാച്ച് ആകുന്നു എന്ന് ചിന്തിക്കാനും
അത് മാച്ച് ആവുന്നില്ലെങ്കിൽ അത് എവിടെ തെറ്റിയെന്ന് മനസ്സിലാക്കാനും ധൈര്യം കാണിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ AD 150 ജസ്റ്റിൻ മാർട്ടിയർ ഡിസ്ക്രൈബ് ദ ലിറ്റർജിക്കൽ വർഷിപ്പ് ഓഫ് ദ ചർച്ച്. എന്ത് ലിറ്റർജിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്? ഇത് ജസ്റ്റിൻ മാർട്ടിയർ AD 150 ചർച്ചിൽ ആരാധനക്രമം ഉണ്ടാക്കി. എന്ത് ആരാധനക്രമമാണ് നിങ്ങൾക്ക് വേണ്ടിയത്? പൗലോസ് അപ്പോസ്തലൻ കൂടെ ലേഖനങ്ങൾ എഴുതി നിങ്ങൾക്ക് തന്നിരിക്കുക. അതിൽ സകല കാര്യങ്ങളും പറഞ്ഞിരിക്കുക. ഒരു സഭയിൽ ആര് നയിക്കണം, എങ്ങനെ നയിക്കണം, എന്താണ് കൂട്ടായ്മ, എന്താണ് ലോക്കൽ ചർച്ച്, എന്താണ് നിങ്ങളുടെ വിശ്വാസം, എന്താണ് നിങ്ങളുടെ കൃപ, എന്താണ് നിങ്ങളുടെ വരങ്ങൾ, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. ഇവിടെ എന്ത് ആവശ്യമാണ് ലിറ്റർജിയുടെ? അപ്പോൾ ഒരു ലിറ്റർജി ഉണ്ടാക്കി അതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ആ ഒരു റൂട്ടിൽ കൂടെ കൊണ്ടുവരിക. ഈ സംഗതിയാണ് കോൺസ്റ്റന്റൈൻ AD 325 ഒഫീഷ്യൽ ക്രിസ്ത്യാനിറ്റി ഒരു മതമായിട്ട് അംഗീകരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ മതമായിട്ട് തീർന്നിരിക്കുന്നത്. ഇതിൻ്റെ വേരിലും കുറ്റിയിലുമാണ് പിന്നീട് കാര്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ഞാൻ കാണിച്ചല്ലോ AD 1000 ചില്ലുവാനത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കാത്തലിസിസമായിട്ടൊക്കെ മാറുന്നതും പിന്നെ ഇവരെല്ലാം നിൽക്കുന്ന ആ ബേസ് കണ്ടില്ലേ എവിടുന്നാണ്? അന്ത്യോക്യ എന്ന് തുടങ്ങിയിരിക്കുന്നത്. ഒത്തിരി പാരമ്പര്യം പറയാനുണ്ട്. അപ്പോസ്തോലിക ഉപദേശം. ഏത് അപ്പോസ്തോലനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏത് അപ്പോസ്തോലനാണ് നിങ്ങളുടെ ഉപദേശം പറഞ്ഞത്? ഏത് അപ്പോസ്തോലിക ഉപദേശത്തിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവർ നിങ്ങളുടെ ഉപദേശമല്ല പറഞ്ഞു, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം അവർ പറഞ്ഞു. അത് യഹൂദന്മാരാണ്. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ പറയുന്ന ക്രിസ്ത്യാനിറ്റി അല്ല, അത് യഹൂദിയ വിശ്വാസമാണ്. 150 ജസ്റ്റിൻ മാർട്ടിയർ. 2202 ഐറേനിയസ് ബിഷപ്പ് ഓഫ് ലയൺ ഇസ് മാർട്ടിയർഡ്, author of several books against heresies. 215 മുതൽ 290 വരെ ദ റൈസ് ഓഫ് ക്രിസ്ത്യൻ സ്കൂൾസ് ഇൻ അലക്സാൻഡ്രിയ ആൻഡ് ആന്റിയോക്ക്. 244 റോമൻ എംപയർ ഡീഷ്യസ് പേഴ്സിക്യൂട്ട് ക്രിസ്ത്യൻസ്. പിന്നെ സിറിയൻ ബിഷപ്പ് കാർത്തിയേജ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് നിർത്തുക. 313 എംപറർ കോൺസ്റ്റന്റൈൻ, അതായത് ഈ കുസ്തന്തിനോസ് ചക്രവർത്തി, ends persecution of Christians and gives them the right to freely exercise their faith. The Edict of Milan marks an end of the period of Roman persecution of Christianity. ഇവിടെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കുസ്തന്തിനോസ് ക്രിസ്ത്യാനി ആയപ്പോഴത്തേന് ക്രിസ്തീയ മതം ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുകയും ഞാൻ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു രാത്രിയിൽ ക്രിസ്ത്യാനിയായി മാറുകയും എൻ്റെ രാജ്യത്തെ പ്രജകളെല്ലാം ക്രിസ്ത്യാനികളാകണമെന്ന് പറഞ്ഞ് യഥാ രാജ തഥാ പ്രജ എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അന്ന് ക്രിസ്ത്യാനിയായി മാറുകയും പിറ്റേ ദിവസം ഒത്തിരി ക്രിസ്ത്യൻസ് ആ ദേശത്തുണ്ടാവുകയും പിന്നീട് ആ വെർഡിക്റ്റ് ഓഫ് മിലാനും എഡിക്റ്റ് ഓഫ് മിലാനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുകയും 325 നിക്കിയ കൗൺസിൽ വിളിച്ചു കൂട്ടുകയും ഇന്നത്തെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നിക്കിയ വിശ്വാസ പ്രമാണമാണ്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ലീഡ് ചെയ്ത നിക്കിയ വിശ്വാസ പ്രമാണം. ഈ ചക്രവർത്തിക്കും പരിശുദ്ധ ആത്മാവിനാൽ പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട ദൈവിക പദ്ധതിയുമായിട്ട് സ്വർഗത്തിൽ ദൈവം ഉലക സ്ഥാപനം മുതൽ മറച്ചു വെച്ചിരുന്ന സ്വർഗീയ പദ്ധതിയും ഈ കുസ്തന്തിനോസുമായിട്ട് എന്ത് കണക്ഷനാണ് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ വിടുക. എന്താ ഇതിന് മേലെ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈ റൂട്ടിലാണ് ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ പണ്ടത്തെ ക്രിസ്ത്യൻ, ഞങ്ങളങ്ങ് സുറിയാനിയാണെന്ന് പറയുമ്പോൾ എന്താണ് സുറിയാനി, എവിടെ നിന്നാണ് ഈ സുറിയാനിസം ആരംഭിച്ചത് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിച്ചത്. 11-ാമത്തെ അധ്യായത്തിൽ കൂടി വന്ന ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ശരിയാ. എന്നാൽ അതിനുശേഷം എന്ത് നടന്നു അവിടെ വെച്ച് നിർത്തുകയല്ല, അതിനുശേഷം എന്ത് ചെയ്തു, എന്ത് നടന്നു എന്ന കാര്യങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് അപഗ്രഥിച്ചു മനസ്സിലാക്കണം. എൻ്റെ മുമ്പിൽ ഇനിയും അധികം സമയമില്ല. ഞാനതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലനെ ദൈവം ബർന്നബാസിനോട് ചേർന്ന് വിളിക്കുകയും താൻ അതിനുശേഷം 1-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയും അവിടെ നിന്നും അന്ത്യോക്യയിൽ നിന്നും താൻ കുപ്രോസിലേക്ക് യാത്ര തിരിക്കുകയും കുപ്രോസ് ഈ സിറിയയിൽ നിന്നും ഇവിടുത്തെ സിറിയയിലെ അന്ത്യോക്യയിൽ അവിടെ നിന്നും പരിശുദ്ധ ആത്മാവിനാൽ വിളിച്ച് വേർതിരിച്ച് സെലൂക്കിയ ഇവിടെ നിന്ന് കപ്പൽ കയറി സലാമീസ് കുപ്രോസിലെത്തുകയാണ്. ഈ സലാമീസിലും പാഫോസിലും സുവിശേഷം അറിയിച്ചതിന് ശേഷം ഇവിടുത്തെ പ്രോ കൗൺസിൽ അദ്ദേഹമൊക്കെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ നിന്നും പെർഗ ഇവിടേക്ക് എത്തുകയാണ്. അതായത് നമ്മുടെ ടർക്കിയിലേക്ക് എത്തുക. പെർഗ എന്ന് പറയുന്ന സ്ഥലം പെർഗയിൽ നിന്നും അന്ത്യോക്യ, ഇത് ഇവിടുത്തെ അന്ത്യോക്യ, പിസിഡിയയിലെ അന്ത്യോക്യ എന്ന് പറയും. ഈ അന്ത്യോക്യയിലെത്തി
ഇവിടെ മുതൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചർച്ചുകൾ ആരംഭിക്കുകയാണ്. ഇതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഗലാത്യ സഭകൾ. ഗലാത്യ സഭകൾ ഇവിടാണ് അന്ത്യോക്യ, ഇക്കോന്യ, ലീസ്ട്ര, ഡെർബ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. ഇവിടാണ് പോൾ ഏകദേശം അടുത്ത 2.5 വർഷത്തോളം അധ്വാനിക്കുകയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭകൾ ആരംഭിക്കുകയും പോളിനെ എറിഞ്ഞ് കൊല്ലുകയും സ്വർഗത്തോളം എടുക്കപ്പെടുകയും തിമോത്തിയൊക്കെ അത് കണ്ടു നിന്ന തിമോത്തിയൊക്കെ ദൈവവിശ്വാസത്തിലേക്ക് വരികയും ഒക്കെ ചെയ്ത സ്ഥലമാണ് ഈ ഭാഗം. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ടൈം പീരീഡ് ആരംഭിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്ന, ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുന്ന ഞാനും നിങ്ങളും വാസ്തവത്തിൽ വിശ്വസിക്കേണ്ടിയിരുന്ന മാർഗം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിലൂടെ പന പോലെ വേറൊരു വലിയ മരം തഴച്ചു വളർന്നു വരികയും ക്രിസ്ത്യാനിറ്റി എന്ന പേര് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ കൂടെ പാരലായിട്ട് വളർന്നു വരാനായിട്ടിടയായി. അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിലും നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കും. അടുത്ത അധ്യായത്തിൽ കയറുന്നതിന് മുമ്പ് ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ടച്ച് ബേസ് ചെയ്തിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടെ അതിനോടുള്ള ചേർത്തുള്ള വിഷയം പറയുകയും ഈ ആഴ്ചയിൽ എനിക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ലഭിക്കുകയാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യാം എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.